സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന മാത്തമാറ്റിക്സിലെ കാൽക്കുലസുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ ഒരുപാട് കോൺസെപ്റ്റുകളുടെയും ഒരുപാട് ടേമുകളുടെയും ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഡിഫറൻഷ്യൽ ആൻഡ് ഇന്റഗ്രൽ കാൽക്കുലസ്. അതിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡിഫറൻഷിയേഷൻ ശ്രദ്ധിക്കുക. ഡിഫറൻഷ്യൽ ഇക്വേഷനും ഡിഫറൻസ് ഇക്വേഷനും രണ്ടും രണ്ടാണ്. രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മുടെ സിലബസിലുണ്ട്. അപ്പൊ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, ഡിഫറൻസ് ഇക്വേഷൻ അല്ല. ഓക്കെ, രണ്ടും തമ്മിൽ ചെറിയൊരു സിമിലാരിറ്റി ഉണ്ടെങ്കിൽ പോലും രണ്ടും രണ്ട് കോൺസെപ്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ ഫംഗ്ഷനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. രണ്ട് വേരിയബിൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാം. ആ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എക്കണോമിക്സിൽ നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് കാണാൻ പറ്റും. ഡിമാൻഡ് ഫംഗ്ഷൻ, കോസ്റ്റ് ഫംഗ്ഷൻ, സപ്ലൈ ഫംഗ്ഷൻ പോലെയുള്ള ഒരുപാട് ഫംഗ്ഷൻസ് കാണാൻ പറ്റും. ഈ ഫംഗ്ഷൻസിലൊക്കെ നമ്മൾ ഒരു വേരിയബിളിനെ എങ്ങനെയാണ് മറ്റൊരു വേരിയബിൾ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഫംഗ്ഷൻ എന്ന് പറയാം. ഇനി ഒരു ഫംഗ്ഷൻ തന്നാൽ തന്നെ ആ ഫംഗ്ഷനിൽ രണ്ട് വേരിയബിൾസ് നമുക്ക് സാധാരണ കാണാൻ പറ്റും. ഒന്ന് ഡിപ്പെൻഡന്റ് വേരിയബിളും അതേപോലെ തന്നെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് മാറുന്ന വേരിയബിളിനെയാണ് നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലുള്ള വേരിയബിൾ. ദെൻ അതേപോലെ തന്നെ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ നമ്മൾ സാധാരണ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേരിയബിൾ ഏതാണോ അതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ എടുക്കുന്ന സമയത്ത് Q is the function of price എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത് പ്രൈസിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്, അല്ലെങ്കിൽ ഡിമാൻഡ് ആണ്. ഇതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ദിസ് ഇസ് ദി ഡിപ്പെൻഡന്റ് വേരിയബിൾ. ദെൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഈ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേരിയബിൾ, അതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അതിവിടെ പ്രൈസ് ആണ്. അപ്പൊ പ്രൈസിനെ നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ എണ്ണം ഒന്നാവാം, ഒന്നിൽ കൂടുതലാവാം, എത്രയും ആവാം. എന്തായാലും മിനിമം ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ എല്ലാ ഫംഗ്ഷനിലും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളിവിടെ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പഠിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഒരു ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്? നമുക്കൊരു ഫംഗ്ഷൻ തന്നു, അതായത് y is equal to f of x. It means that y എന്ന് പറയുന്ന വേരിയബിൾ x എന്ന് പറയുന്ന വേരിയബിളിന്റെ ഫംഗ്ഷൻ ആണ്. ഒന്നുകൂടെ പറഞ്ഞാൽ y എന്ന് പറയുന്ന വേരിയബിൾ x എന്ന് പറയുന്ന വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അത്തരം ബേസിക് ആയിട്ട് പറയുന്നത് ഇങ്ങനെ മനസ്സിലായി പോകാനാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അത്തരത്തിലൊരു ഫംഗ്ഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് കാണാനുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഡിഫറൻഷിയേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാനുള്ള പ്രോസസ്സിനെയാണ്. ഇനി എന്താണ് ഈ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്? ഡെറിവേറ്റീവിനെ നമ്മൾ സാധാരണ പറയാ dy/dx എന്നാണ്. എന്താണ് ഈ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്? ഒരു വേരിയബിൾ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് മറ്റൊരു വേരിയബിളിൽ എത്രത്തോളം മാറ്റമുണ്ട് അതിനെയാണ് നമ്മൾ സാധാരണ ഡെറിവേറ്റീവ് എന്ന് പറയാം. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഡിമാൻഡ് ഈസ് ഈക്വൽ ടു, അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് പ്രൈസ് എന്നാണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ഡെറിവേറ്റീവ് നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ദി dq/dp ആണ്. ഓക്കെ, dq/dp ആണ്. അതായത് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ പ്രൈസിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് എത്രത്തോളം മാറ്റമാണ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ, ഈ ഒരു മെഷറിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ നമുക്കൊരു മാർജിനൽ ടേം അല്ലെങ്കിൽ മാർജിനൽ കോൺസെപ്റ്റ് എന്ന് കൂടെ നമുക്ക് വിളിക്കാൻ പറ്റും. പക്ഷെ മാർജിനൽ എന്ന് മാത്രം പറഞ്ഞ് അതിനെ ചുരുക്കാൻ പറ്റില്ല, കാരണം ഡെറിവേറ്റീവ് കൊണ്ട് നമുക്ക് വേറെയും ഒരുപാട് ഉപയോഗങ്ങൾ എക്കണോമിക്സിനുണ്ട്. ഓക്കെ, സോ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നതിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ ആ താഴെ കൊടുത്തിട്ടുണ്ട്. An equation involving one or more dependent variable and its derivatives with respect to one or more independent variable is called a differential equation.
അതായത് ഒന്നോ അതിലധികമോ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ എഫക്ട് ചെയ്യുന്ന ഒന്നോ അതിലധികമോ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവുകയും അതിന്റെ മാറ്റം, അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവുന്ന മാറ്റം എങ്ങനെയാണ് ഡിപ്പെൻഡന്റ് വേരിയബിളിൽ എഫക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോസസ്സിനെയാണ് യഥാർത്ഥത്തിൽ ഡിഫറൻഷിയേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ലുക്ക് അറ്റ് ഹിയർ. ഇവിടെ നമുക്ക് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതായത് y എന്ന് പറയുന്ന ഇത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. ഈ y എന്ന് പറയുന്ന ഡിപ്പെൻഡന്റ് വേരിയബിൾ x എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ എക്സിൽ ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് വൈയിലും ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ എക്സിൽ ഉണ്ടാവുന്ന എത്ര ചേഞ്ച് അനുസരിച്ച് വൈയിൽ എക്സിൽ ഉണ്ടാവുന്ന ഇത്ര ചേഞ്ച് അനുസരിച്ച് വൈയിൽ എത്ര ചേഞ്ച് ഉണ്ടാവും, ഇതിനാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഡെറിവേറ്റീവ് എന്ന്. ഫോർ എക്സാമ്പിൾ ഡെൽറ്റ എക്സ് നമ്മൾ എക്സിൽ ഉണ്ടാവുന്ന മാറ്റത്തിനെ കാണിക്കുന്നു, ഡെൽറ്റ വൈ എന്ന് പറയുന്നത് നമ്മൾ വൈയിൽ ഉണ്ടാവുന്ന മാറ്റത്തിനെ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എക്സിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് എത്രത്തോളം മാറ്റം വൈയിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ റേഷ്യോ എന്നും നമുക്കതിനെ പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു മെഷറിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിനെ. ഓക്കെ, ദെൻ അതെന്നാണ് നമ്മൾ ഈ ഡെൽറ്റക്ക് പകരം നമ്മൾ അവിടെ ഡി എന്ന് കൊടുക്കുകയാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടാണ്, ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ ആ ഒരു മെഷർ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, ഡി വൈ ബൈ ഡി എക്സ്, അതായത് ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് നമുക്ക് അതിനെ പറയാൻ പറ്റും, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഇൻക്രിമെന്റ് റേഷ്യോ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ എന്താണ് ഈ ഡെൽറ്റ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് സിംപ്ലി ആസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്നുള്ളതാണ്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സിനെ അപേക്ഷിച്ച് വൈയിൽ എത്രത്തോളം മാറ്റമുണ്ട്, അല്ലെങ്കിൽ എക്സിനെ അപേക്ഷിച്ച് വൈന്റെ ഡെറിവേറ്റീവ്, ഇതാണ് ഈ ഡി വൈ ബൈ ഡി എക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഡി എക്സ് ബൈ ഡി എക്സ് സോറി ഡി എക്സ് ബൈ ഡി വൈ എന്നാണ് തന്നതെങ്കിൽ വൈനെ അപേക്ഷിച്ച് എക്സിൽ എത്രത്തോളം മാറ്റമുണ്ട്, അല്ലെങ്കിൽ വൈനെ അപേക്ഷിച്ച് എക്സിന്റെ ഡെറിവേറ്റീവ്, ഇതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ നൊട്ടേഷൻ, നമ്മൾ ഇതിനെ എങ്ങനെയാണ് കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ ഡി വൈ ബൈ മൂന്ന് തരത്തിലുള്ള നൊട്ടേഷൻ നമുക്കുണ്ട്. ഒന്ന് യൂളേഴ്സ് നൊട്ടേഷൻ, അതേപോലെ തന്നെ ലെബനീസ് നൊട്ടേഷൻ, അതേപോലെ തന്നെ ലഗ്രാഞ്ചസ് നൊട്ടേഷൻ. ഓക്കെ, യൂളേഴ്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡി ഓഫ് വൈ എന്ന് കാണിക്കാം, അല്ലെങ്കിൽ ഡി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് കാണിക്കാം, ഡി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് കാണിക്കാം. ഇങ്ങനെ നമ്മൾ ഡെറിവേറ്റീവിനെ ഡിനോട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഒരു നൊട്ടേഷനാണ് നമ്മൾ യൂളേഴ്സ് നൊട്ടേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഡി വൈ ബൈ ഡി എക്സ് എന്ന് കാണിക്കാം. ഇതിനെയാണ് നമ്മൾ ലെബ്നീസ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ദെൻ ഒന്നുമല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ്, അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്നുള്ളതാണ്. ഇതാണ് ലഗ്രാഞ്ചസ് നൊട്ടേഷൻ. ഈ മൂന്ന് തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് എന്താക്കാം, ഡിഫറൻഷിയേഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവിനെ കാണിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഒരു മെഷർ കൊണ്ട് നമുക്ക് അതിനെ കാണിക്കാം. ഇത് ഡി വൈ ബൈ ഡി എക്സ്, അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്ന്, അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ കൊണ്ട് നമുക്ക് അതിനെ കാണിക്കാം. അല്ലെങ്കിൽ സിംപ്ലി വൈ ഡാഷ് എന്ന് പറയുന്ന നൊട്ടേഷൻ കൊണ്ട് നമുക്കതിനെ കാണിക്കാം. അല്ലെങ്കിൽ ഡി എഫ് ബൈ ഡി എക്സ് എന്ന് നമുക്ക് കാണിക്കാം. ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇവിടുത്തെ ഡെറിവേറ്റീവിനെ, അതായത് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സിനെ നമുക്ക് ഒന്നെങ്കിൽ dy ബൈ ഡി എക്സ് എന്ന് കാണിക്കാം, അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്ന് കാണിക്കാം, അല്ലെങ്കിൽ വൈ ഡാഷ് എന്ന് കാണിക്കാം, അല്ലെങ്കിൽ ഡി എഫ് ബൈ ഡി എക്സ് എന്ന് കാണിക്കാം, അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് കാണിക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെ കാണിച്ചാലും ഇത് ഡെറിവേറ്റീവ് ആണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ ആണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, ദെൻ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, y ഈസ് ഈക്വൽ ടു
y is equal to 5x square plus 7x plus 12. ഇവിടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ y ആണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ x ആണ്. സോ ഇവിടെ നമ്മൾ ഡിഫറൻഷിയേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഒന്നെങ്കിൽ y ഡാഷ് എന്ന് കാണിക്കാം, ഓക്കെ, അല്ലെങ്കിൽ dy ബൈ dx നമുക്ക് കാണിക്കാം, അല്ലെങ്കിൽ d ബൈ dx ഓഫ് ദി ഹോൾ ഫംഗ്ഷൻ. ഇവിടെ ഫംഗ്ഷൻ ഏതാണ്? f of x എന്താണ്? 5x സ്ക്വയർ പ്ലസ് 7x പ്ലസ് 12 ആണ്. അപ്പോൾ d ബൈ dx ഓഫ് 5x സ്ക്വയർ പ്ലസ് 7x പ്ലസ് 12, ഓക്കെ, അല്ലെങ്കിൽ dx ഓഫ് ദി ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് x ഓഫ് ദി ഫംഗ്ഷൻ. അതാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ ഈ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇതിനെ കാണിക്കാവുന്ന അല്ലെങ്കിൽ നൊട്ടേറ്റ് ചെയ്യാവുന്നതാണെന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. z എന്ന് പറയുന്ന ഡിപ്പെൻഡന്റ് വേരിയബിൾ, അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹോൾ റൂട്ട് ഓഫ് 8t മൈനസ് ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ് 8t മൈനസ് 3 ഇതാണ്. അപ്പൊ ഇതിനെ നമ്മൾ ഒന്നെങ്കിൽ z ഡാഷ് എന്ന് പറഞ്ഞ് കാണിക്കാം, അല്ലെങ്കിൽ dz ബൈ dt എന്ന് കാണിക്കാം, അല്ലെങ്കിൽ d ബൈ dt ഓഫ് ദി ഫംഗ്ഷൻ 8t മൈനസ് 3 ഹോൾ റൂട്ട് എന്ന് കാണിക്കാം, അല്ലെങ്കിൽ dt ഓഫ് ദി ഫംഗ്ഷൻ. അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ നൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ഇതിന്റെ ഒരു ബേസിക് സാധനം മനസ്സിലാക്കി വെക്കുക. അതായത് ഏതൊരു ഫംഗ്ഷൻ തന്നാലും ആ ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വിധേയമാക്കും. അങ്ങനെ ഡിഫറൻഷിയേഷൻ എന്ന പ്രോസസ്സിന് വിധേയമാക്കിയതിന് ശേഷം നമുക്കൊരു മെഷർമെന്റ് കിട്ടും. ആ ഒരു മെഷർമെന്റിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് എന്നുള്ളതും ഡിഫറൻഷിയേഷൻ എന്നുള്ളതും രണ്ടും രണ്ടാണ്. ഡിഫറൻഷിയേഷൻ എന്നുള്ളത് അത് ഇതിന്റെ പ്രോസസ്സാണ്. ഡെറിവേറ്റീവ് എന്നുള്ളത് ഡിഫറൻഷിയേഷൻ എന്ന പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ്. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിഫറൻഷിയേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് dy ബൈ dx ആണ്. dy ബൈ dxയിലൂടെ നമുക്ക് കിട്ടുന്നതാണ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഓക്കെ, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അതാണ് ഇവിടുത്തെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഡെറിവേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിഫറൻഷിയേഷനുമായി ബന്ധപ്പെട്ട് സർട്ടൻ ബേസിക് റൂൾസ് ഉണ്ട്. ഓക്കെ, ബേസിക് ആയിട്ട് 4 റൂൾ നമുക്ക് പറയാൻ പറ്റും. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ റൂള്, പവർ ഫംഗ്ഷൻ റൂള്, പ്രൊഡക്റ്റ് റൂള്, കോഷ്യന്റ് റൂൾ. ഓക്കെ, ഇനി ഇതല്ലാതെ വേറെയും ഒരുപാട് റൂളുകളുണ്ട്. നമ്മൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറിവേഷനുമായി ബന്ധപ്പെട്ട് ഡിഫറൻഷിയേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റൂളുകളാണ്. ഒന്നാമത്തെ റൂളാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ റൂൾ. നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നു, ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഫോർ എക്സാമ്പിൾ y is equal to k. ഇവിടെ k എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ y is equal to ഇവിടെ തന്നിട്ടുണ്ട് f of x is equal to k. f of x is equal to k. ഇവിടെ k എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു സ്കാലാറിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ k, സ്മോൾ ലെറ്റർ k ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ k എന്ന ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് നമുക്ക് തന്നതെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് കിട്ടുക 0 ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട് y is equal to 9, അതായത് f of x is equal to 9 എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ dy ബൈ dx നമ്മൾ കാണാൻ ശ്രമിച്ചാൽ നമുക്ക് കാണാൻ പറ്റുക എന്താന്ന് വെച്ചാൽ, കാരണം 9 എന്ന് പറയുന്നത് ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആണ്. ഏതൊരു കോൺസ്റ്റന്റിനെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അവിടെ ആൻസർ കിട്ടുക 0 ആയിരിക്കും. ഓക്കെ, ഏതൊരു കോൺസ്റ്റന്റിനെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അവിടെ നമുക്ക് ആൻസർ കിട്ടുക 0 ആയിരിക്കും. ഫോർ അനദർ എക്സാമ്പിൾ y is equal to -8. -8 എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ നമ്മൾ ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dy ബൈ dx നമുക്ക് കിട്ടുക 0 ആയിരിക്കും. സോ ദി ഡെറിവേറ്റീവ് ഓഫ് എവറി കോൺസ്റ്റന്റ് ഇൻ എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ വിൽ ബി 0. ദിസ് ഈസ് ദി ഫസ്റ്റ് റൂൾ. ഇതാണ് ഒന്നാമത്തെ റൂൾ. ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ലീനിയർ ഫംഗ്ഷൻ റൂൾ. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു ലീനിയർ ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ. ലീനിയർ ഫംഗ്ഷൻ എന്താണ്? എ ഫംഗ്ഷൻ ഇൻ ദി ഫോം ax പ്ലസ് ax സ്ക്വയർ പ്ലസ് ബി, അല്ലെങ്കിൽ ax പ്ലസ് ബി. ഈ ഒരു ax പ്ലസ് ബി ഇത്തരത്തിലുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ സാധാരണ ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ y is equal to mx plus b. mx plus b എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ലീനിയർ ഫംഗ്ഷൻ ആണ്. അതായത് y എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡ് അപ്പോൺ x, ആൻഡ് ഇവിടുത്തെ ലീനിയർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് m ആണ്.
ഫംഗ്ഷൻ പഠിക്കുന്ന നമ്മൾ ലീനിയർ ഫംഗ്ഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കാണാൻ പറഞ്ഞാൽ നമുക്ക് സിംപ്ലി എം തന്നെയായിരിക്കും നമ്മുടെ ആൻസർ കിട്ടുക എന്നുള്ളതാണ്. അതായത് എന്താണോ അവിടുത്തെ ലീനിയർ കോഎഫിഷ്യന്റ്, ആ ലീനിയർ കോഎഫിഷ്യന്റ് തന്നെയായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. കാരണം ഇതിനെ വിത്ത് എക്സ് കൊണ്ടാണ് നമ്മൾ ഇതിനെ ഡെറിവേറ്റ് ചെയ്യുന്നത്. എം എക്സിനെ വിത്ത് എക്സ് കൊണ്ട് നമ്മൾ ഡെറിവേറ്റ് ചെയ്താൽ പിന്നെ അവിടെ ബാക്കിയാവുന്നത് എം മാത്രമാണ്. കമ്മിങ് ടു ദിസ് ബി എന്ന് പറയുന്നതിലേക്ക്, ബി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എപ്പോഴും 0 ആയിരിക്കും. അപ്പൊ ഇത് m+0 ആണെന്നുണ്ടാവുക. സിംപ്ലി m+0 എന്ന് എഴുതേണ്ട കാര്യമില്ല, എം തന്നെയാണ് അവിടെ ഡെറിവേറ്റീവ് ആയിട്ട് വരിക. ഫോർ എക്സാമ്പിൾ y എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് തന്നത് 9x + 8 എന്നുള്ളതാണ്. ഓക്കെ, 9x + 8 എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ dy/dx കാണുന്ന സമയത്ത് സിംപ്ലി the coefficient itself will be the derivative. The coefficient itself will be the derivative. Okay, ഇവിടെ 8ന്റെ ഡെറിവേറ്റീവ് നമ്മൾ കാണാൻ നോക്കിയാൽ അത് എന്തായിരിക്കും? 0 ആയിരിക്കും. d/dx of 8 is equal to 0. Okay, so ഇവിടുത്തെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്? 9 ആണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ y is equal to 15x. 15x നമുക്ക് തന്നു. 15x-നെ നമ്മൾ x കൊണ്ട് ഡെറിവേറ്റ് ചെയ്താൽ, ഓക്കെ, 15x-നെ നമ്മൾ x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആൻസർ കിട്ടുക 15 എന്നായിരിക്കും. അപ്പോൾ ഇതാണ് ലീനിയർ ഫംഗ്ഷൻ റൂൾ. ഓക്കെ, ഒരു ലീനിയർ ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു ലീനിയർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആൻസർ കിട്ടുക അവിടെ എന്താണോ അവിടുത്തെ ലീനിയർ കോഎഫിഷ്യന്റ്, ആ ലീനിയർ കോഎഫിഷ്യന്റ് തന്നെയായിരിക്കും. ഇവിടുത്തെ എക്സാമ്പിൾ ലീനിയർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 9 ആണ്. സോ ദ ഡെറിവേറ്റീവ് വിൽ ബി 9. ഇവിടുത്തെ എക്സാമ്പിൾ ലീനിയർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 15 ആണ്. സോ ദ ആൻസർ വിൽ ബി 15. ഓക്കെ, ഇതാണ് സെക്കൻഡ് റൂൾ, ലീനിയർ ഫംഗ്ഷൻ റൂൾ. കമ്മിങ് ടു അനദർ ആൻഡ് ഇമ്പോർട്ടന്റ് റൂൾ, പവർ ഫംഗ്ഷൻ റൂൾ. പവർ ഫംഗ്ഷൻ റൂൾ ഒരു ഡിഫറൻഷിയേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളാണ് പവർ ഫംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്. നമ്മൾ ഫംഗ്ഷൻ തന്നിട്ടുള്ളത് ഒരു പവർ ഫംഗ്ഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ എക്സിന്റെ എക്സ്പോണന്റ് ആയിട്ട് എക്സിന്റെ പവർ ആയിട്ടാണ് നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുള്ളതെങ്കിൽ അത്തരത്തിലുള്ള ഫംഗ്ഷനെ നമ്മൾ പവർ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഇനി പവർ ഫംഗ്ഷൻ റൂൾ എന്താന്ന് വെച്ചാൽ, ഇഫ് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് ഇൻ ദി ഫോം y ഈസ് ഈക്വൽ ടു k ഇൻറ്റു എക്സ് റൈസ് ടു n. k എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, നമുക്കറിയാം. എനി കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് റൈസ് ടു n. എക്സ് റൈസ് ടു n എന്ന് പറയുന്നത് എക്സിന് ഇവിടെ പവർ ഉണ്ട്. എക്സിന്റെ പവർ എന്ന് പറയുന്നത് n ആണ്. എക്സ് ടു ദി പവർ ഓഫ് n ആണ് ഇവിടെ. അപ്പോൾ എക്സിന്റെ പവർ ആയിട്ടാണ് നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുള്ളതെങ്കിൽ അവിടെ നമ്മൾ കാണുന്നത് dy/dx will be the same constant into the n, the power of x into x raised to n minus 1, raised to n minus 1. For example, നമുക്ക് ഇവിടെ y is equal to 9x square എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 9 എന്ന് പറയുന്നത് k ആണ്, x ഉണ്ട്, എക്സിന്റെ പവർ അല്ലെങ്കിൽ എക്സിന്റെ പവർ എന്ന് പറയുന്നത് n ആണ്. ഓക്കെ, n എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ഡെറിവേറ്റ് കഴിഞ്ഞാൽ k മീൻസ് 9 ഇൻറ്റു n എത്രയാണ്? n 2 ഇൻറ്റു എക്സ് റേസ് ടു n minus 1. n minus 1 means 2 minus 1. That is equal to 9 to 8 into x raised to 1 means it's 18x itself. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പവർ ഫംഗ്ഷൻ റൂൾ കാണുക, പവർ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കാണാം. ഓക്കെ, പവർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാം. അപ്പൊ പവർ ഫംഗ്ഷൻ റൂൾ എന്താന്ന് വെച്ചാൽ, ഒരു ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എക്സിന്റെ പവർ ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ ഓക്കെ, ദ സെയിം കോൺസ്റ്റന്റ് ഇൻറ്റു പവർ ഓഫ് ദി എക്സ് ഇൻറ്റു എക്സ് റേസ് ടു പവർ ഓഫ് ദി എക്സ് മൈനസ് 1. ഇതായിരിക്കും അവിടുത്തെ റൂള് അല്ലെങ്കിൽ അവിടുത്തെ ഡെറിവേറ്റീവ് കാണാനുള്ള ബേസിക് ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു റൂളാണ്, നമ്മളിത് കൂടുതൽ എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ മനസ്സിലാവും കേട്ടോ. അടുത്തൊരു റൂളാണ് സം ആൻഡ് ഡിഫറൻസ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നു. ഫംഗ്ഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു u പ്ലസ് v. രണ്ട് ഫംഗ്ഷന്റെ അഡിഷൻ ആയിട്ടാണ് നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുള്ളതെങ്കിൽ, ഇവിടെ y എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്,
യു എന്ന് പറയുന്നത് മറ്റൊരു ഫംഗ്ഷൻ ആണ്, വി എന്ന് പറയുന്നത് വേറൊരു ഫംഗ്ഷൻ ആണ്. അപ്പൊ രണ്ട് ഫംഗ്ഷന്റെ അഡീഷൻ ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളെങ്കിൽ, അല്ലെങ്കിൽ y is equal to u minus v, രണ്ട് ഫംഗ്ഷന്റെ ഡിഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആയിട്ടാണ് നമുക്ക് ഒരു ഫംഗ്ഷൻ y തന്നിട്ടുള്ളതെങ്കിൽ, സിംപ്ലി നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ രണ്ട് ഫംഗ്ഷന്റെയും അല്ലെങ്കിൽ ഫംഗ്ഷന്റെ രണ്ട് പാർട്ടിനെയും നമ്മൾ അവിടെ ഡെറിവേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ y എന്ന് പറയുന്നത് u പ്ലസ് വി ആണെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് y എന്ന് പറയുന്നത് u പ്ലസ് വി ആണ്. അപ്പോൾ dy ബൈ dx എന്ന് പറയുന്നത് എപ്പോ എന്തായിരിക്കും? ഓക്കെ, du ബൈ dx പ്ലസ് dv by, sorry, I'm writing here, sorry, y is equal to u plus v. ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ dy ബൈ dx കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് du ബൈ dx പ്ലസ് dv ബൈ dx. Okay, then coming to subtraction, y is equal to u minus v, രണ്ട് ഫംഗ്ഷന്റെ ഡിഫറൻസ് ആയിട്ടാണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ dy ബൈ dx എന്ന് പറയുന്നത് du ബൈ dx മൈനസ് dv ബൈ dx. ഇതാണ് സം ആൻഡ് ഡിഫറൻസ് റൂൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇവിടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, y എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. y എന്ന് പറയുന്ന ഫംഗ്ഷൻ രണ്ട് പാർട്ടായിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. 10 into 10x raised to 4 എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടും 5x square plus 5 എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ടും. ഓക്കെ, രണ്ട് പാർട്ടിനെയും ഇവിടെ അഡിഷൻ ചെയ്തതാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് കാണുന്ന സമയത്ത് ഈ ഫസ്റ്റ് പാർട്ടിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കാണണം, സെക്കൻഡ് പാർട്ടിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കാണണം. അതായത് d by dx, ഫസ്റ്റ് പാർട്ടിന്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ കാണുന്നത്, d by dx ഓഫ് 10 into x raised to 4, 10 into x raised to 4. ഓക്കെ, പ്ലസ് സെക്കൻഡ് പാർട്ട് 5x square plus 5 ആണ്, അതിന്റെ ഡെറിവേറ്റീവ് ആണ് d by dx ഓഫ് 5x square പ്ലസ് ഇവിടെ കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് നമ്മൾ സെപ്പറേറ്റ് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, d by dx ഓഫ് 5. ഓക്കെ, സോ സിംപ്ലി നമ്മളിവിടെ 10 into x raised to 4 ആണ് ഇവിടെ തന്നുള്ളത്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏതായിരിക്കും? പവർ ഫംഗ്ഷൻ റൂൾ ആയിരിക്കും. പവർ ഫംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യും. പവർ ഫംഗ്ഷൻ റൂൾ എന്തായിരുന്നു? പവർ ഫംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത് dy ബൈ dx ഈസ് ഈക്വൽ ടു k into n into x raised to n minus 1. ഇതായിരുന്നു നമ്മളെ പവർ ഫംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ പവർ ഫംഗ്ഷൻ റൂൾ നമ്മൾ എടുക്കുന്ന സമയത്ത് k എന്താണ്? 10 ആണ്. 10 into ഇവിടെ 10 കൊടുത്തിട്ടുണ്ട്, n എത്രയാണ്? 4 ആണ്, 4 ഇവിടെ കൊടുത്തിട്ടുണ്ട്. Then x raised to 4, x raised to n minus 1 ആണ് അല്ലെ, അപ്പോ n ഇവിടെ 4 ആണ്, x raised to 4 minus 1, that is equal to 4 into 10, 40. Then x raised to 4 minus 1, 40 x cube എന്ന് വരും. ഓക്കെ, then ഇതിന്റെ പാർട്ട്, ഈ ഒരു പാർട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും 5x സ്ക്വയറിനെ നമ്മൾ 5x സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കോൺസ്റ്റന്റ് നമ്മൾ എടുത്തു, 5 കോൺസ്റ്റന്റ് നമ്മൾ എടുത്തു. ദെൻ n എത്രയാണ്? 2 ആണ്, അതും നമ്മൾ എടുത്തു. ദെൻ x raised to n minus 1, n minus 1 എന്ന് പറയുന്നത് 2 minus 1 ആണ്. സോ ഇറ്റ് വിൽ ബി x raised to 1 and x raised to 1, 2 into 5, 10x എന്ന് വരും. ഓക്കെ, x raised to 1 എന്ന് പറയുന്നത് x itself. 5നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് 5 ഒരു കോൺസ്റ്റന്റ് ആണ്, ഏതൊരു കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്തും ആൻസർ കിട്ടുക 0 ആയിരിക്കും. സോ ദ ആൻസർ വിൽ ബി, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ദി y here will be with respect to x will be 40x cube plus 10x. okay, simple ആണ്. then coming to another, നമ്മളിവിടെ നേരത്തെ നമ്മൾ അഡിഷൻ ആണ് ചെയ്തത്, പകരം ഇവിടെ നമ്മൾ സബ്സ്ട്രാക്ഷൻ ചെയ്യുന്നു. 5x raised to 4 minus 4x square minus 2x. ഇവിടെ dy by dx കാണുമ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, ഇതാണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ
മൂന്ന് പാർട്ടാക്കാൻ നമുക്ക് ഈ ഒരു പാർട്ട് അങ്ങനെ 3 പാർട്ടാക്കി നമ്മൾ തിരിക്കുന്നു. ഇത് മൂന്നിന്റെയും സബ്സ്ട്രാക്ഷൻ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ദ ഫസ്റ്റ് പാർട്ട് നമ്മൾ അവിടെ ഫസ്റ്റ് പാർട്ട് എടുക്കുന്നു. d/dx ഓഫ് ദിസ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് 5x raised to 4 അതിന്റെ ഡെറിവേറ്റീവ് ആണിത്. ദെൻ d/dx ഓഫ് 4x² അതിന്റെ ഡെറിവേറ്റീവ് ആണിത്. ദെൻ d/dx ഓഫ് 2x അതിന്റെ ഡെറിവേറ്റീവ് ആണ്. ഇനി d/dx ഓഫ് 5x raised to 4 നമ്മൾ എടുക്കുന്ന സമയത്ത് ദ കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസ്റ്റന്റ് n ഇവിടെ കൊടുത്തിട്ടുണ്ട്, n 4 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ x raised to n minus 1 4 minus 1 ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആൻസർ 4 into 5 20 into x raised to 3 അല്ലെങ്കിൽ x³ നമുക്ക് കിട്ടും. ദെൻ കമ്മിങ് ടു അനദർ പാർട്ട് -2 into 4x² ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ n എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്, k എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. ദെൻ x raised to n minus 1 എന്ന് പറയുന്നത് x raised to 2 minus 1 വരും. ഓക്കെ, x raised to 2 minus 1 വരും. സോ -2 into 4 -8, x raised to 1 എന്ന് പറയുന്നത് x തന്നെയാണ്, -8x വരും. ദെൻ കമ്മിങ് ടു ദിസ് പാർട്ട് 2x എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇതൊരു ലീനിയർ ഫംഗ്ഷൻ ആണ് അല്ലെങ്കിൽ ലീനിയർ പാർട്ടാണ്. ഈ ലീനിയർ പാർട്ടിന്റെ ഡെറിവേറ്റീവ് എല്ലാ സമയത്തും ആ ലീനിയർ കോഎഫിഷ്യന്റ് തന്നെയായിരിക്കും. അപ്പൊ ലീനിയർ കോഎഫിഷ്യന്റ് എന്താണ്? 2 ആണ്. ദ ആൻസർ വിൽ ബി 2. സോ ദ ഡെറിവേറ്റീവ് ഓഫ് y ഹിയർ വിത്ത് റെസ്പെക്ട് ടു x ഈസ് 20x³ minus 8x minus 2. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സം ആൻഡ് ഡിഫറൻസ് റൂൾ പറയുന്നത്. ഓക്കെ, then coming to another rule, product rule. Okay, product rule എന്ന് പറയുന്നത് രണ്ട് ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുള്ളെങ്കിൽ, രണ്ട് ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് കാണാൻ എങ്ങനെയാന്ന് വെച്ചാൽ ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? u ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? v ആണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസും മൈനസും പ്ലസ് ആണ്. ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? v ആണ്. സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇതാണ് പ്രോഡക്റ്റ് റൂൾ അനുസരിച്ച് dy/dx കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് y is equal to 2x plus 3 into 3x². ഓക്കെ, രണ്ട് പാർട്ടാണ് അല്ലെ, അല്ലെങ്കിൽ ഈ പാർട്ടിനെ നമുക്ക് u എന്ന് വിളിക്കാം, ഈ പാർട്ടിനെ v എന്ന് വിളിക്കാം. ഓക്കെ, രണ്ട് ഫംഗ്ഷൻ ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഓക്കെ, u എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, v എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇതിനെ നമ്മൾ കാണുന്ന സമയത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? 2x plus 3 ആണ്. ഇൻറ്റു d/dx ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? v എന്ന് പറയുന്നത് എന്താണ്? 3x² ആണ് അല്ലെ. അപ്പൊ 3x² ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുന്നു. ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് പ്ലസ് നമ്മൾ അതിലേക്ക് വരാം, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? v 3x² ആണ്. 3x² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? 2x plus 3 ആണ്. സോ നമ്മൾ അതിനെ സിംപ്ലീകരിക്കുന്നു. 2x plus 3 നമ്മൾ അങ്ങനെ എഴുതുന്നു. d/dx ഓഫ് 3x². അപ്പൊ അതെന്താ വരിക? k എന്താണ് ഇവിടെ? 3. ഓക്കെ, നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അനുസരിച്ച് k ഇൻറ്റു n ഇൻറ്റു x raised to n minus 1 അല്ലേ വരാം. അപ്പൊ k എന്താണ് ഇവിടെ? 3 ഇൻറ്റു n എത്ര? 2 ഇൻറ്റു x raised to 2 minus 1 അല്ലേ. x raised to 2 minus 1 means x raised to 1 itself, that is 3 into 2 into x, that is 6x. നമുക്ക് ഇവിടെ 6x കിട്ടി. Then plus 3x² നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് എഴുതി. Then d/dx of 2x plus 3. d/dx of 2x plus 3 ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ് നമുക്കറിയാം. ലീനിയർ ഇക്വേഷൻ കോൺസ്റ്റന്റ് നമ്മൾ ക്യാൻസൽ ആക്കാൻ പറ്റും. ദെൻ ലീനിയർ പാർട്ടിന്റെ ലീനിയർ കോഎഫിഷ്യന്റ് ആയിരിക്കും അവിടുത്തെ ഡെറിവേറ്റീവ് ആയി വരാം. ദാറ്റ് മീൻസ് 2.
ദെൻ 3x സ്ക്വയർ ഇൻറ്റു 2 എന്ന് പറയുന്നത് 6x സ്ക്വയർ ആണ്. ഓക്കെ, 6x സ്ക്വയർ ആണ്. ദെൻ നമ്മൾ ഈ ഒരു പാർട്ടിനെ മൾട്ടിപ്ലൈ ചെയ്തതാണ് 2 ഇൻറ്റു എക്സ് എന്ന് 2x ഇൻറ്റു 6x എന്ന് പറയുന്നത് 12x സ്ക്വയർ ആണ്. 3 ഇൻറ്റു 6x എന്ന് പറയുന്നത് 18x ആണ്. ഓക്കെ, ദെൻ പ്ലസ് 6x സ്ക്വയർ നമ്മൾ ഈ പാർട്ടിനെയും ഈ 6x സ്ക്വയറും 12x സ്ക്വയറും നമ്മൾ ആഡ് ചെയ്യുന്നു. ദെൻ ദ ഡെറിവേറ്റീവ്, ഫൈനൽ ഡെറിവേറ്റീവ് വിൽ ബി 18x സ്ക്വയർ പ്ലസ് 18x. ഓക്കെ, സോ ഇതാണ് പ്രൊഡക്റ്റ് റൂള്. രണ്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ രണ്ട് ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുള്ളെങ്കിൽ അതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ ഡെറിവേറ്റീവ് കാണുന്ന സമയത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇങ്ങനെയാണ് നമ്മൾ അവിടെ ഡെറിവേറ്റീവ് കാണാമെന്നുള്ളതാണ്. ഓക്കെ, then another example is given here. ഇവിടെ 9x സ്ക്വയർ മൈനസ് 2 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ u എന്ന് പറയുന്നത്. സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ് 3x പ്ലസ് 1, അതാണ് v എന്ന് പറയുന്നത്. സോ നമ്മൾ നേരത്തെ ചെയ്യുന്ന മാതിരി ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. നമ്മൾ അങ്ങനെ അതിനെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് 3 ഇൻറ്റു 27x സ്ക്വയർ പ്ലസ് 6x പ്ലസ് x മൈനസ് 2, അതായത് നമുക്ക് ആൻസർ കിട്ടുക 81x സ്ക്വയർ പ്ലസ് 18x പ്ലസ് മൈനസ് 6 ആണ്. 3 അതിൽ കോമൺ ആയതുകൊണ്ട് 3നെ നമ്മൾ കോമൺ ആയി എടുത്തു. 81 3 27, ദെൻ 18 6 3 ഉണ്ട്, അപ്പൊ 6 2 3 ഉണ്ട്, അപ്പൊ 2. ഓക്കെ, അങ്ങനെ കോമൺ ആക്കി എടുത്തതാണ്. അപ്പൊ ഇതാണ് പ്രൊഡക്റ്റ് റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. കമ്മിങ് ടു കോഷ്യന്റ് റൂൾ. കോഷ്യന്റ് റൂൾ എന്ന് പറയുന്നത് രണ്ട് ഫംഗ്ഷന്റെ റേഷ്യോ ആയിട്ടാണ് അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആയിട്ടാണ് നമുക്ക് ഒരു ഗിവൺ ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. ഇവിടെ ഗിവൺ ഫംഗ്ഷൻ y എന്ന് പറയുന്നത് u എന്ന ഫംഗ്ഷൻ u ഡിവൈഡഡ് ബൈ ദ ഫംഗ്ഷൻ v ആണ്. ഓക്കെ, അത്തരത്തിലാണ് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുള്ളതെങ്കിൽ അവിടെ dy ബൈ dx കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇത് നമുക്കറിയാം, ഇത് ന്യൂമറേറ്റർ ആണ്, ഇത് ഡിനോമിനേറ്റർ ആണ്. ദ ഡിനോമിനേറ്റർ ഇൻറ്റു d by dx ഓഫ് ന്യൂമറേറ്റർ അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ ഓഫ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ആണ്. മൈനസ് പ്രൊഡക്റ്റിൽ നമ്മൾ പ്ലസ് ആയിരുന്നു, കോഷ്യന്റിൽ നമ്മൾ മൈനസ് ആണ് എടുക്കുന്നത്. മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു d by dx ഓഫ് ഡിനോമിനേറ്റർ എന്താണ് v ആണ്, ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഡിനോമിനേറ്റർ എന്താണ് v ആണ്, v സ്ക്വയർ. ഇതാണ് കോഷ്യന്റ് റൂൾ എന്ന് പറയുന്നത്. കമ്മിങ് ടു ആൻ എക്സാമ്പിൾ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കൂ, 5x സ്ക്വയർ എന്നുള്ളത് u പാർട്ടാണ്, അല്ലെങ്കിൽ 5x സ്ക്വയർ എന്നുള്ളത് u പാർട്ടാണ്, ദെൻ ഇത് v പാർട്ടാണ്. ഓക്കെ, സോ നമ്മൾ dy ബൈ dx കാണുന്ന സമയത്ത് എന്തായിരുന്നു, v ഇൻറ്റു d ബൈ dx ഓഫ് u മൈനസ് u ഇൻറ്റു d ബൈ dx ഓഫ് v ഹോൾ ഡിവൈഡ് ബൈ v സ്ക്വയർ. ഓക്കെ, v എന്താണ് ഇവിടെ, v നമുക്ക് തന്നിട്ടുണ്ട് 4x പ്ലസ് 3 ആണ്. 4x പ്ലസ് 3 നമ്മൾ അതേപോലെ എടുത്ത്. ദെൻ സെക്കൻഡ് ന്യൂമറേറ്റർ എന്താ, u 5x ക്യൂബ് ആണ്. അപ്പൊ 5x ക്യൂബിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കാണുന്നു. ഓക്കെ, ദെൻ മൈനസ് u എന്താണ് ഇവിടെ 5x സ്ക്വയർ ആണ്. 5x സ്ക്വയർ നമ്മൾ എടുത്തിരുന്നു ഇൻറ്റു d ബൈ dx ഓഫ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്താണ് 4x പ്ലസ് 3 ആണ്. അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് d ബൈ dx ഓഫ് 4x പ്ലസ് 3 ആണ്, ഹോൾ ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ സ്ക്വയർ. ന്യൂമറേറ്റർ എന്താണ്, v 4x പ്ലസ് 3 ആണ്. അപ്പൊ 4x പ്ലസ് 3 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കിയാൽ d ബൈ dx ഓഫ് 5x ക്യൂബ്. ഓക്കെ, d ബൈ dx ഓഫ് 5x ക്യൂബ് നമുക്ക് എങ്ങനെ കിട്ടുക? ഓക്കെ, 5 ഇൻറ്റു n എത്രയാണ്, 2 ആണ്. 2 ഇൻറ്റു x റേസ് ടു 2 മൈനസ് 1 ദാറ്റ് ഈസ് 10x. ഓക്കെ, സോറി, 5 ഇൻറ്റു 3 ആണ് അല്ലേ, 5 ഇൻറ്റു 3 ആണ് അവിടെ, x ക്യൂബ് ആണ്. ഓക്കെ, സോറി, x ക്യൂബ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്.
എക്സ് ക്യൂബ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 3 ഇൻറ്റു എക്സ് റേസ് ടു 3 മൈനസ് 1 ദാറ്റ് ഈസ് 15x. ഇവിടെ 15x തന്നിട്ടുണ്ടല്ലോ, സോറി 15x സ്ക്വയർ ആണ്, 3 മൈനസ് 1 ആണ്, അപ്പോൾ 15x സ്ക്വയർ. ഓക്കെ, അപ്പോൾ 15x സ്ക്വയർ മൈനസ് 5x സ്ക്വയർ ഡി ബൈ ഡി എക്സ് ഓഫ് വി, അല്ലെങ്കിൽ 4x പ്ലസ് 3. 4x പ്ലസ് 3നെ നമ്മൾ ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ആൻസർ കിട്ടാം? അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് 4x പ്ലസ് 3 എന്ന് പറയുന്നത് 4 ഇൻറ്റു 1 ഇൻറ്റു എക്സ് റൈസ് ടു 1 മൈനസ് 1 ആണ് അല്ലേ? എക്സ് റൈസ് ടു 1 ആണ് ഇവിടെ ഉള്ളത്, അപ്പോൾ എക്സ് 1 മൈനസ് 1 ആണ്. എക്സ് റൈസ് ടു 1 മൈനസ് 1 എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 0 ആണ്. എക്സ് റൈസ് ടു 0 ക്യാൻസൽ ചെയ്യും, 0 ആണ്. ദ റിമൈനിങ് പാർട്ട് വിൽ ബി 4 ഇൻറ്റു 4 വിച്ച് ഈസ് ഈക്വൽ ടു 4, ദാറ്റ് ഈസ് ഗിവൺ ഹിയർ. ഓക്കെ, then divided by the denominator whole square, that is 4x plus 3 whole square. അപ്പോൾ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 3 ഇൻറ്റു നമ്മൾ 4 ഇൻറ്റു 15 16x ക്യൂബ്, 4x ഇൻറ്റു 15x സ്ക്വയർ 16x ക്യൂബ് 60x ക്യൂബ്, 3 ഇൻറ്റു 15x സ്ക്വയർ 45x സ്ക്വയർ മൈനസ് 5x ക്യൂബ് ഇൻറ്റു 4 5x ക്യൂബ് ഇൻറ്റു 4 20x ക്യൂബ് നമുക്ക് കിട്ടും, ഡിവൈഡഡ് ബൈ 4x പ്ലസ് 3 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ഫർദർ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 60x ക്യൂബിനെയും മൈനസ് 20xനെയും ഒരുമിച്ച് എടുക്കുമ്പോൾ 40x ക്യൂബ് കിട്ടും, ദെൻ പ്ലസ് 45x സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ 4x പ്ലസ് 3 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതിനെ പിന്നെ നമ്മൾ കോമൺ ആയിട്ട് 5 അതിൽ കോമൺ ആണ്, അപ്പോൾ 40ൽ 5 എന്ന് പറയുന്നത് 8 പ്രാവശ്യം പോകും, 45ൽ 5 എന്ന് പറയുന്നത് 9 പ്രാവശ്യം പോകും. അപ്പോൾ കോമൺ ആയിട്ട് എടുത്തു, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കോഷ്യൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സിംപ്ലി ഇങ്ങനെ പറയാം, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഹോൾ സ്ക്വയർ. ഇതാണ് കോഷ്യൻ റൂൾ. ഓക്കെ, കമ്മിങ് ടു ആൻ ഇക്വേഷൻ, അടുത്തൊരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, so the answer here will be 9x square minus 6x minus 9 whole divided by x square plus 1 whole square. ഇതിനെ നമ്മൾ എന്താക്കാണ്, പിന്നെയും ലഘൂകരിക്കട്ടോ, മീൻസ് സിംപ്ലിഫൈ ചെയ്യാം. നമ്മളത് അങ്ങനെ ചെയ്യല്ല, നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ജസ്റ്റ് നമ്മളിവിടെ റൂൾ പറഞ്ഞ് മാത്രം പോവാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് ജനറലൈസ്ഡ് പവർ ഫംഗ്ഷൻ റൂൾ. ഓക്കെ, ജനറലൈസ്ഡ് പവർ ഫംഗ്ഷൻ റൂൾ. നമുക്ക് ഒരു ഫംഗ്ഷന്റെ പവർ തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഫംഗ്ഷന്റെ ഹോൾ പവർ ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ, അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ അവിടെ നമ്മൾ ഡിഫറൻഷിയേഷൻ കാണുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഡിഫറൻഷിയേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ dy ബൈ ഡി എക്സ് എന്ന് പറയുന്നത് n, അവിടുത്തെ പവർ ഉണ്ടല്ലോ, ആ ഫംഗ്ഷന്റെ പവർ എന്ന് പറയുന്നത് n ആയിരിക്കും. n ഇൻറ്റു ദ സെയിം ഫംഗ്ഷൻ ഓഫ് എക്സ് റേസ് ടു n മൈനസ് 1, n ഇൻറ്റു എഫ് ഓഫ് എക്സ് റേസ് ടു n മൈനസ് 1, n ഇൻറ്റു എഫ് ഓഫ് എക്സ് റേസ് ടു n മൈനസ് 1 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ദ സെയിം ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ദ സെയിം ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. കമ്മിങ് ടു ആൻ എക്സാമ്പിൾ, നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x മൈനസ് 5 ആണ് അല്ലെ? അതിന്റെ റേസ് ടു 4 എന്നുള്ള തരത്തിലാണ് നമുക്ക് ഇവിടെ ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെയാ കാണുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഇവിടെ എങ്ങനെ കാണുന്നത്, dy ബൈ ഡി എക്സ് ഓഫ്, ഇവിടെ നമുക്ക് കണ്ട് n ഇൻറ്റു എഫ് ഓഫ് എക്സ് റേസ് ടു n മൈനസ് 1 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് കാണാനുള്ള റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ജനറലൈസ്ഡ് പവർ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ n എന്താണ് ഇവിടെ?
n is equal to 4. അപ്പൊ 4 into 4 ഇവിടെ തന്നിട്ടുണ്ട്. 4 into the f of x എത്ര, f of x എന്താണ് 2x minus 5 ആണല്ലേ. f of x 2x minus 5 whole raised to n minus 1. n minus 1 means 4 minus 1 into d by dx of f of x. f of x എന്താണ് 2x minus 5 ആണ്. ഓക്കെ, 2x minus 5 ആണ്. ഓക്കെ, then ഇവിടെ നോക്കൂ, 2x minus 5 whole raised to 4 minus 1, that is 2x minus 5 cube ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് നമുക്ക് എങ്ങനെ കിട്ടാം, 4 into 2x minus 5 cube d by dx of 2x minus 5. ലീനിയർ ആണ്, ലീനിയർ ഇക്വേഷന്റെ നമുക്കറിയാം അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ലീനിയർ കോഎഫിഷ്യന്റ് ഇറ്റ് സെൽഫ്. അപ്പൊ അവിടെ ഇൻറ്റു 2 ആണ് അല്ലെ. അപ്പൊ 2 into 4 8, 8 into 2x minus 5 whole cube. ഓക്കെ, 2x minus 5 cube എന്നുള്ളതാണ് നമുക്ക് അവിടെ ആൻസർ കിട്ടുക. ഓക്കെ, അടുത്തൊരു ഇക്വേഷൻ നമുക്ക് തന്നാൽ, സോറി, അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് തന്നാൽ, this is the y is equal to root of 34 minus 6x square. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിനെ ഈ തരത്തിലും എഴുതാം. ഓക്കെ, റൂട്ടിനെ നമ്മൾ റേസ് ടു 1/2 എന്നും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, റേസ് ടു 1/2 എന്നും നമുക്ക് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എക്സ് റൂട്ടിനെ നമുക്ക് എന്താക്കാൻ പറ്റും, എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റും. ദെൻ നമ്മളവിടെ ജനറലൈസ്ഡ് പവർ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജനറലൈസ്ഡ് പവർ റൂൾ എന്തായിരുന്നു, n into f of x raised to n minus 1 into d by dx of f of x. ഓക്കെ, നോക്കൂ, n 1/2 ആണ്, f of x എന്ന് പറയുന്നത് 34 minus 6x square ആണ്, n minus 1 that is 1/2 minus 1. ഓക്കെ, 1/2 minus 1 into d by dx of f of x എന്താണ് 34 minus 6x square. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ പറയുന്ന സമയത്ത് 1/2 into 1/2 minus 1/2 എത്രയാണ്, minus 1/2 ആണ് അല്ലെ. അപ്പൊ 34 minus 6x square all raised to minus 1/2 into ഇവിടെ 34 minus 6x square, 34 കോൺസ്റ്റന്റ് ആണ്, ക്യാൻസൽ ആയിപ്പോൾ 6x square, അതായത് minus 6 into 2 into x raised to 1 അല്ലെങ്കിൽ x raised to 2 minus 1 and that will be minus 12x. അതാണ് ഇവിടെ minus 12x കൊടുത്തത്. ഓക്കെ, minus 12x അവിടെ കൊടുത്തു. ഓക്കെ, ദെൻ അതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും, minus 6x into 34 minus 6x square, 34 minus 6x square raised to minus 1/2. then simplify ചെയ്താൽ നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടും. ഓക്കെ, സോ നമ്മളിവിടെ പറയുന്നത് ജനറലൈസ്ഡ് പവർ റൂളാണ്, ജനറലൈസ്ഡ് പവർ ഫംഗ്ഷൻ റൂളാണ്. ഒരു ഫംഗ്ഷന്റെ നമ്മൾ വേറൊരു നമ്പർ വെച്ചിട്ട് നമ്മൾ അതിന്റെ പവർ കണ്ടിട്ടാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ തന്നിട്ടുള്ളതെങ്കിൽ ദ സെയിം പവർ ഓഫ് ദി ഫംഗ്ഷൻ ഇൻറ്റു ദ ഫംഗ്ഷൻ റേസ് ടു പവർ ഓഫ് ദി ഫംഗ്ഷൻ -1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെയിം ഫംഗ്ഷൻ. ഇതാണ് അവിടെ ജനറലൈസ്ഡ് പവർ ഫംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അനദർ എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ അടുത്തൊരു റൂളാണ് ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ചെയിൻ റൂൾ എന്ന് പറയുന്നത് രണ്ട് റൂളായിട്ട്, സോറി, രണ്ട് ഫംഗ്ഷന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്കൊരു രണ്ട് ഫംഗ്ഷന്റെ കോമ്പിനേഷൻ ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. ഇവിടെ നോക്കൂ, y എന്ന് പറയുന്നത് യുന്റെ ഫംഗ്ഷൻ ആണ്, ദെൻ u എന്ന് പറയുന്നത് എക്സിന്റെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ y is the function of u which is the function of x.
ഓക്കെ, ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് തന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റൂളാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഡെറിവേറ്റീവ് കാണാനുള്ള റൂളാണ് ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ചെയിൻ റൂൾ എന്താണ്? സോ ഇങ്ങനെ ഒരു ചെയിൻ ഫംഗ്ഷൻ ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളെങ്കിൽ അവിടുത്തെ dy ബൈ ഡി എക്സ് കാണാൻ എന്ത് ചെയ്യാണ്? dy ബൈ ദ ഫസ്റ്റ് ഫംഗ്ഷൻ du. ഓക്കെ, dy ബൈ du ഇൻറ്റു du ബൈ ഡി എക്സ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. ഇങ്ങനെയാണ് നമ്മൾ കാണാം. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 3x square plus 5 raised to 6 whole raised to 6 ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ 3x square plus 5നെ നമുക്ക് എന്താക്കാം? u ആക്കാം. if u is equal to 3x square plus 5, അങ്ങനെയാണെങ്കിൽ നമുക്ക് y എന്നത് y is equal to u raised to 6 എന്ന് എഴുതാൻ പറ്റും. സോ u is equal to 3x raised to 4 plus 5 എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ആണ്. y is equal to u raised to 6 എന്ന് പറയുന്നത് സെക്കൻഡ് ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ u to the power of 6 എന്ന് പറയുന്നത് സെക്കൻഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ രണ്ട് ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ dy ബൈ ഡി എക്സ് കാണുന്ന സമയത്ത് ഫസ്റ്റ് ഫംഗ്ഷന്റെ, അല്ലെങ്കിൽ the main ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നതായിരിക്കും, ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, അതായത് u raised to 6 ആണല്ലേ, dy ബൈ ഡി എക്സ്. y എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു u raised to 6 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ d ബൈ ഡി എക്സ് ഓഫ് u raised to 6 എന്ന് പറയുന്നത്, നോക്കൂ u raised to 6 ആണ്. അപ്പോൾ 6 ഇൻറ്റു u raised to 6 minus 1 that is equal to 6 into u raised to 5. നോക്കൂ, ഇവിടെ 6 into u raised to 5 നമുക്ക് കിട്ടി. ദെൻ സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? ദാറ്റ് ഈസ് the u is equal to 3x raised to 4 plus 5. 3x raised to 4 plus 5. ഓക്കെ, ഇതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കാണുന്ന സമയത്ത് 3 ഇൻറ്റു ദ കോൺസ്റ്റന്റ് 3 ഇൻറ്റു n എത്രയാണ്? 4 ഇൻറ്റു എക്സ് റേസ് ടു 4 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു എക്സ് റേസ് ടു 4 മൈനസ് 1 3, 12x ക്യൂബ്. 12x ക്യൂബ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, 12x ക്യൂബ്. അപ്പൊ ഇത് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6 ഇൻറ്റു 12 എന്താണ്? 72 ഇൻറ്റു u റേസ് ടു u ടു ദി പവർ ഓഫ് 5 ഇൻറ്റു എക്സ് ടു ദി പവർ ഓഫ് 3, അല്ലെങ്കിൽ എക്സ് ക്യൂബ്. ഇതാണ് നമുക്ക് അവിടെ ആൻസർ കിട്ടുക. ദെൻ ഇതിനെ നമുക്ക് പിന്നെ സിംപ്ലിഫൈ ചെയ്യാം, കാരണം യുവിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു u is equal to 3x square plus 4 ആണ്. സോറി, 3x റേസ് ടു 4, അല്ലെങ്കിൽ 3x ടു ദി പവർ ഓഫ് 4 പ്ലസ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ യുവിന് അതിനെ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അതിന് പിന്നെ സിംപ്ലിഫൈ ചെയ്യാം. പിന്നെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 72x ക്യൂബ് ഇൻറ്റു 3x റേസ് ടു 4 പ്ലസ് 5 ഹോൾ റേസ് ടു 5 എന്നുള്ള ആൻസർ കിട്ടും. സിംപ്ലി ഇവിടെ നമ്മൾ പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, ഇതാണ്. അപ്പൊ ഒരു ഫംഗ്ഷന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്കൊരു ഗിവൺ ഫംഗ്ഷൻ തന്നിട്ടുള്ളതെങ്കിൽ അവിടെ സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് ഫംഗ്ഷൻ, ദ ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ദ ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, ദെൻ കമ്മിങ് ടു ഹിയർ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ രണ്ട് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. ഓക്കെ, -3 ഇൻറ്റു എക്സ് സ്ക്വയർ minus 8x plus 7 whole raised to 4 whole to the power of 4 എന്ന് തന്നാൽ നമുക്ക് ഈ ഒരു പാർട്ടിനെ u ആക്കാം. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് 8x plus 7 നമ്മുടെ u ആക്കി. അപ്പൊ y എന്ന് പറയുന്നത് സിംപ്ലി നമുക്ക് എന്ത് പറയാൻ പറ്റും? -3 u raised to, അല്ലെങ്കിൽ u to the power of 4 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ രണ്ട് പാർട്ട് കിട്ടി. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ് വൺ ഇൻറ്റു ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ് വൺ. ഓക്കെ, നോക്കൂ, ഇവിടെ ഇതിന്റെ ഡെറിവേറ്റീവ് -3 u raised to 4, അതായത് -3 ഇൻറ്റു n എത്രയാണ്? 4 ആണ്. 4 ഇൻറ്റു u raised to 4 minus 1, u raised to 4 minus 1, that is -3 into 4 -12, u raised to 4 minus 1 -12 u cube.
ഓക്കെ, ദെൻ ഇതിന്റെ ഡെറിവേറ്റീവ് -8x+7. സിംപ്ലി ഇതൊരു ലീനിയർ ഫംഗ്ഷൻ ആണ്. അപ്പോൾ -8 ആയിരിക്കും അവിടെ എന്താ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. x² -8x ഉണ്ട്. ഓക്കെ, x² -8x ഉണ്ട്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും x²ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് x²ന്റെ ഡെറിവേറ്റീവ് ഇറ്റ് ഈസ് 2 into x into x raised to 2 minus 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x itself, 2 into x itself. Then 8x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 8 ആണ്. Then 7 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ്, ക്യാൻസൽ ആയിപ്പോ. So the derivative of u with respect to x is 2x minus 8. Okay, so simply the derivative of the whole function y with respect to u is equal to with respect to x is equal to the derivative of first function, that is here 12 minus 12u cube into the derivative of second function, that is equal to 2x minus 8. Okay, then substituting the value of u as x² minus 8x plus 7, നമുക്ക് ഈ ഒരു വാല്യൂ, ഈ ഒരു ആൻസർ ലാസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് റൂൾ അല്ല, ഡിഫറൻഷിയേഷൻ ഓഫ് ലോഗരിതമാറ്റിക് ഫംഗ്ഷൻ. ഓക്കെ, ലോഗരിതമാറ്റിക് ലോഗ് ഫോമിലാണ് നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. ചില സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് എക്കണോമെട്രിക് എസ്റ്റിമേഷന്റെ ഒക്കെ സമയത്ത് നമുക്ക് ഡയറക്റ്റ് വാല്യൂ കൊടുത്തുകൊണ്ട് ഒരു ഫംഗ്ഷന്റെ വാല്യൂ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടെത്തുന്നതിന് പകരം ആ ഫംഗ്ഷന്റെ ലോഗ് ഫോമിന്റെ ഡെറിവേറ്റീവ്, അല്ലെങ്കിൽ ആ ഫംഗ്ഷന്റെ ലോഗിന്റെ ഡെറിവേറ്റീവ്, അല്ലെങ്കിൽ ആ ഫംഗ്ഷന്റെ ലോഗിന്റെ ഡെറിവേറ്റീവ് കണ്ടെത്താൻ കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അത്തരത്തിലുള്ള സമയത്ത് നമ്മൾ ലോഗ് ഉപയോഗിക്കും, അതായത് നാച്ചുറൽ ലോഗരിതം, ദാറ്റ് മീൻസ് ln. If the function is in the form of natural logarithm, that is y in the form of y is equal to ln x, അല്ലെങ്കിൽ natural log of x, ഇങ്ങനെ ഒരു ഫോമിലാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ അവിടെയുള്ള ആൻസർ എന്ന് പറയുന്നത് 1/x into d by dx of the function itself. 1 by that function x into d by dx of the function. ഇതാണ് ഇവിടെ. ഫോർ എക്സാമ്പിൾ നമുക്ക് y is equal to log x തന്നു, y is equal to log x എന്ന് തന്നു. ഓക്കെ, അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1/x into d by dx of x. d by dx of x എന്താണ്? 1 ആണ് അല്ലെ. d by dx of x എന്താണ്? 1 ആണ്. കാരണം x എന്ന് പറയുന്നത് x raised to 1 ആണ്. അപ്പോൾ n into x എന്ന് പറയുന്ന സമയത്ത് 1 വരും. 1 into x, ഓക്കെ, 1 വരും. ഓക്കെ, സോ 1 ആണ്. സോ 1/x into 1, 1/x into 1, that means the 1/x itself. ഇനി മറ്റൊരു എക്സാമ്പിൾ, ലോഗ് 5x² എന്നുള്ള ലോഗരിതമാറ്റിക് ഫോമിലാണ് നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുള്ളതെങ്കിൽ, ലുക്ക് അറ്റ് ഹിയർ, 1 by the function x. x എന്താണ് ഇവിടെ? f of x എന്താണ്? ഇവിടുത്തെ f of x എന്താണ്? 5x² ആണ് അല്ലെ, 5x² ആണ്. So 1 by the function 5x² into d by dx of the function 5x². That means 1 by 5x² into d by dx of 5x² എന്താണ്? 5 into 10 into 5 into 2 into x, that means 10x. Okay, that means 10x. ഓക്കെ, നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 10x divided by 5x² എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x divided by x² എന്ന് കിട്ടും. ഇതാണ്. അപ്പൊ ഒരു ലോഗ് ഫോമിലാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ, അപ്പോൾ 1/x into 1/f of x into d by dx of f of x, ഈ ഫോമിലാണ് നമുക്ക് dy by dx കാണാൻ പറ്റുക, അല്ലെങ്കിൽ ഈ ഒരു ലോഗരിതമാറ്റിക് ഫോമിലുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ, y is equal to log 7x² plus 8x cube minus 3x. നോക്കൂ, y is equal to log f of x എന്നാണ് നമ്മൾ തന്നിട്ടുള്ളത് അല്ലെ. ഇവിടെ f of x എന്താണ്? f of x ഈ 7x² plus 8x minus 3x എന്ന് പറയുന്ന ഈ പാർട്ടാണ് f of x എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 1/f of x into
dy dx of f of x. Okay, അപ്പോൾ 1 by f of x എന്താണ് 1 by 7x square plus this is the f of x, this entire is the f of x 8x cube minus 3x into d by dx of 7x square plus 8x cube minus 3x. Okay, so we are writing the same as same itself into d by dx of 7x square. 7x square എന്ന് പറയുന്നത് ഇതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കാണുന്ന സമയത്ത് 7 into 2 into x raised to 2 minus 1 that is equal to 14x. 8x cube നമ്മൾ കാണുന്ന സമയത്ത് 8 into 3 n 3 into x cube അല്ലേ, അപ്പോൾ x raised to 3 minus 1 that is equal to 8 into 3 24 x cube minus 1, sorry, x raised to 3 minus 1 that is x square, so 24x square, then 3x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3 itself, so 3. ഓക്കെ, ദെൻ നമ്മൾ ഇതിനെ പരസ്പരം ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് ഫൈനൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 14x പ്ലസ് 24x square minus 3 divided by 7x square plus 8x cube minus 3x. Okay, so this is the form. Okay, dy by dx കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1 by f of x into 1 by f of x into d by dx of f of x. ഇതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. Okay, then ഡിഫറൻഷിയേഷൻ ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഡിഫറൻഷിയേഷൻ എങ്ങനെയാണ് കാണാം. ഓക്കെ, ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് തന്നത്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്താണ്? y is equal to e raised to fx, f of x is equal to e raised to x എന്നുള്ള ഫോമിലുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയാം. ഇങ്ങനെ ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ കാണാം? The same exponent of x into the exponent raised to x, e raised to x into the d by dx of x, d by dx of the function x. ഇങ്ങനെയാണ് തന്നത്. ഓക്കെ, ദെൻ നോക്കൂ, അപ്പോൾ ഈ y is equal to function of y is equal to e raised to x എന്ന്, അല്ലെങ്കിൽ എക്സ്പോണന്റ് e raised to x എന്നുള്ള ഫോമിലാണ് നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുള്ളതെങ്കിൽ e raised to x into d by dx of x, d by dx of x എന്താണ്? 1 ആണ് അല്ലെ? അപ്പോൾ that is equal to e raised to x. Then അടുത്തൊരു ഒരു എക്സാമ്പിളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത്, സോറി, then y is equal to e raised to x square. Okay, the exponent of x square. Okay, അങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ ഇവിടെ നോക്കൂ, dy by dx is equal to the same exponent form e raised to x square into d by dx of, ഇവിടെ x എന്താണ് അല്ലെങ്കിൽ f of x എന്താണ്? f of x x square ആണ് അല്ലെ? അപ്പോൾ dy dx of x square that is equal to e to the power of x square into x square ഇതെന്തായിരിക്കും? 2 into x raised to 2 minus 1 that is equal to 2x ആയിരിക്കും, that is equal to 2x here, so 2x into e to the power of x square. ഇതാണ് ഇവിടെ ആൻസർ. ദെൻ അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ e to the power of 2x plus 1 എന്ന ഫോമിലാണ് നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുള്ളതെങ്കിൽ, സോ ദ സെയിം എക്സ്പോണന്റ് എന്താണ്? e to the power of 2x plus 1 into ഇവിടുത്തെ f of x എന്താണ്? ഈ പാർട്ടാണ് ഇവിടുത്തെ f of x എന്ന് പറയുന്നത്, സോ d by dx of f of x എന്ന് പറയുന്നത് d by dx of 2x plus 1 ആണ്. ഇതാണ് f of x. ഓക്കെ, d by dx of 2x plus 1. 2x plus 1 നമുക്കറിയാം 1 കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ 0 ആവും. 2x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2 തന്നെയാണ്, അപ്പോൾ 2 into e to the power of 2x plus 1. ഇതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെയിം റൂള് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കണ്ടെത്തിയ മറ്റൊരു എക്സാമ്പിൾ ആണിത്. y is equal to 3 into 3x
into e to the power of 2x e to the power of 2x ഈ ഒരു ഫോമാറ്റിലാണ് നമുക്ക് തന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ടാണ് രണ്ട് പാർട്ട് ഉണ്ട് അല്ലെ, രണ്ട് പാർട്ട് ഉണ്ട്. അതായത് y എന്ന് പറയുന്നത് 3x into e to the power of 2x. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പ്രൊഡക്റ്റ് റൂൾ, രണ്ട് ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ പാർട്ടിനെ നമുക്ക് u എന്ന് വിളിക്കാം, ഈ പാർട്ടിനെ v എന്ന് വിളിക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഇങ്ങനെ കാണുന്ന സമയത്ത് ദ ഫസ്റ്റ് ഫംഗ്ഷൻ u into d by dx of v plus v into d by dx of u അല്ലെങ്കിൽ u ഓക്കെ, du by dx എന്ന് പറഞ്ഞാൽ മതി. ഇതാണ് നമ്മുടെ പവർ ഫംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്, സോറി പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ പ്രൊഡക്റ്റ് റൂൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 3x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്, e raised to 2x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ e raised to 2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ് 3x. ഓക്കെ, സോ e raised to 2x d by dx of e raised to 2x നമ്മൾ കാണുന്ന സമയത്ത് എന്താണ്, d by dx of e raised to 2x is equal to 2 into e raised അത് നമുക്ക് കിട്ടാം, അതായത് d by dx of e raised to 2x ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു, e raised to 2x into d by dx of x. d by dx of x എന്താണ് 2x ആണല്ല, അപ്പൊ d by dx of 2x എന്താണ് 2 ആണ്. That is equal to e raised to 2x into 2. That is equal to simply 2 into e raised to 2x. ഇതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, പ്ലസ് ദിസ് പാർട്ട് e raised to 2x into 3x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. സോ e raised to 2x into 3. ഓക്കെ, ഇത് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 3x into 3x into 3 into x into 2 raised to 2 into e raised to 2x plus 3 into e raised to 2x എന്നുള്ള ഫോമിലേക്ക് എത്തും. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 2x plus 1 ഇവിടെ കോമൺ ആണ്, അപ്പൊ 2x plus 1 3 into e raised to 2x ഇവിടെ കോമൺ ആണ്, അപ്പൊ നമ്മൾ അതിനെ കോമൺ ആക്കി എടുത്തു into 2x plus 1 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇവിടെ പ്രൊഡക്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്തു എന്നേ ഉള്ളൂ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിൽ. ഓക്കെ, അതേപോലെ തന്നെ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യുന്ന ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് തന്നിട്ടുള്ളത്. എന്തായിരുന്നു നമ്മുടെ കോഷ്യന്റ് റൂള്? ഓക്കെ, എന്തായിരുന്നു നമ്മുടെ കോഷ്യന്റ് റൂള്? അതായത് y is equal to u by v എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് y എന്ന് പറയുന്നതാണ് മെയിൻ ഫംഗ്ഷൻ, u എന്ന് പറയുന്നത് ഒന്നാമത്തെ ഫംഗ്ഷന്, v എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫംഗ്ഷൻ. ഇങ്ങനെയാണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് dy by dx കാണണമെങ്കിൽ ഫസ്റ്റത്തെ ദ ന്യൂമറേറ്റർ എന്താണ്, ന്യൂമറേറ്റർ ഇൻറ്റു du by dx മൈനസ് ഡിനോമിനേറ്റർ എന്താണ്, u ആണല്ലേ, u ഇൻറ്റു dv by dx ഹോൾ ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ v സ്ക്വയർ. ഇതായിരുന്നു നമ്മുടെ കോഷ്യന്റ് റൂൾ നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്ത്. ഇനി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിൽ നമ്മൾ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. നോക്കൂ, ഇവിടെ ഈ പാർട്ടിനെ നമുക്ക് u എന്ന് വിളിക്കാം, ഈ പാർട്ടിനെ നമുക്ക് v എന്ന് വിളിക്കാം. സോ ദ ന്യൂമറേറ്റർ v എന്ന് പറയുന്നത് e to the power of 5x plus 1 ആണ്. സോ ഇൻറ്റു d by dx of ഡിനോമിനേറ്റർ d by dx of ന്യൂമറേറ്റർ. ഓക്കെ, d by dx of ന്യൂമറേറ്റർ. ഓക്കെ, d by dx of ന്യൂമറേറ്റർ എന്താണ്, d by dx of e to the power of 5x minus 1. അതേപോലെ തന്നെ ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ, ഇത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ, ഇത് ഡിനോമിനേറ്റർ. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക, ഇത് ഡിനോമിനേറ്റർ. അപ്പോൾ നമ്മൾ കോഷ്യന്റ് റൂൾ പറഞ്ഞിരുന്നു, ന്യൂമറേറ്റർ ഇൻറ്റു d by dx of
denominator into d by dx of numerator minus numerator into d by dx of denominator all divided by denominator whole square. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെ കണ്ടാൽ ലാസ്റ്റ് നമുക്ക് ആൻസർ കിട്ടുന്നത്, ഞാൻ അതിൽ ഓരോ റൂട്ടിലേക്ക് പോകുന്നില്ല, ലാസ്റ്റ് നമുക്ക് ആൻസർ കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, സോ നമ്മളിവിടെ കാണിച്ചത് നോർമലി ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ എക്സാമ്പിൾ നമ്മൾ കാണിച്ചു. ദെൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന് തന്നെ രണ്ട് ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് ആയി വരുന്ന സമയത്തുള്ള എക്സാമ്പിൾ, നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള ഒരു എക്സാമ്പിൾ കാണിച്ചു. ദെൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ തന്നെ രണ്ട് ഫംഗ്ഷന്റെ റേഷ്യോ ആയിട്ട് അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആയിട്ട് വരുന്ന സമയത്ത് കോഷ്യന്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യും. കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്തിട്ടുള്ള എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഡിഫറൻസിയേഷനും നമ്മളിവിടെ കാണിച്ചു. ഓക്കെ, സോ ഇത്രയുമാണ്, ഇങ്ങനെ 10 റൂൾസ് ആണ് നമുക്ക് ഡിഫറൻസിയേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഫാർ വി ഹാവ് ഡിസ്കസ്ഡ് 10 rules regarding this differentiation. First one is constant rule, which means the derivative of a constant will be 0. Okay, second one is linear function rule, which says that the derivative of a linear function will be the linear coefficient itself. Okay, then മൂന്നാമത്തത് പവർ ഫംഗ്ഷൻ റൂൾ. പവർ ഫംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത് if the function is in the form of y is equal to k into x raised to minus n, then dy by dx will be k into n into x raised to n minus 1. ഇതാണ് പവർ ഫംഗ്ഷൻ റൂൾ. ദെൻ സം ആൻഡ് ഡിഫറൻസ് റൂൾ. ഓക്കെ, നമ്മൾ രണ്ട് ഫംഗ്ഷനെ സമ്മേഷൻ നടത്തിയിട്ടാണ് അല്ലെങ്കിൽ ഡിഫറൻസ് കണ്ടിട്ടാണ് ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ, that means if y is equal to u plus v, then dy by dx is equal to du by dx plus dv by dx, and if y is equal to u minus v, then dy by dx will be du by dx minus dv by dx. Okay, then fifth rule എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് റൂൾ ആണ്. രണ്ട് ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുള്ളതെങ്കിൽ, that means if the function is in the form of y is equal to the first function u into the second function v, the answer will be the derivative of y with respect to x will be the first function u into the first function u into the second function, the first function u into derivative of second function plus second function into derivative of first function. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് റൂള്. ദെൻ കമ്മിങ് ടു ദി കോഷ്യന്റ് റൂൾ. കോഷ്യന്റ് റൂൾ നമ്മൾ പറഞ്ഞു രണ്ട് ഫംഗ്ഷന്റെ റേഷ്യോ ആയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഫ്രാക്ഷൻ ആയിട്ടാണ് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഇഫ് ദി ഫംഗ്ഷൻ ഈസ് ഇൻ ദി ഫോം ഓഫ് y is equal to ഫസ്റ്റ് ഫംഗ്ഷൻ u ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഫംഗ്ഷൻ v, അങ്ങനത്തെ ഒരു ഫോമിലാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ dy by dx കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു v into numerator, the derivative of numerator. The derivative of numerator എന്ന് പറയുന്നത് d by dx of u minus ആണ്, minus numerator into numerator എന്താണ് u into derivative of denominator, that is d by dx of v all divided by denominator whole square. Denominator എന്താണ് v ആണ്. ഓക്കെ, ഇതാണ് കോഷ്യന്റ് റൂൾ എന്ന് പറയുന്നത്. സോ നമ്മൾ കോഷ്യന്റ് റൂളുമായി ബന്ധപ്പെട്ട റൂൾ നോക്കി. Then generalized power function rule. Generalized power function rule. Generalized power function rule എന്ന് പറയുന്നത് ഒരു ജനറൽ ഫംഗ്ഷന്റെ പവർ ആയിട്ടാണ് ഒരു ഹോൾ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ദ പവർ ഓഫ് ദി ജനറൽ ഫംഗ്ഷൻ. ദ പവർ ഓഫ് ദി ജനറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് n ആണ്. n into the same function f of x raised to n minus 1 into d by dx of f of x. ഇതാണ് ജനറലൈസ്ഡ് ഫംഗ്ഷൻ റൂൾ. ദെൻ കമ്മിങ് ടു ദി ചെയിൻ റൂൾ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് ഒരു ജനറൽ ഫംഗ്ഷൻ തന്നിട്ടുള്ളതെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു if y is equal to function of u and this u is equal to function of x. നോക്കൂ, ഇവിടെ y എന്ന് പറയുന്നത് യുവിന്റെ ഫംഗ്ഷൻ ആണ്, u എന്ന് പറയുന്നത് എക്സിന്റെ ഫംഗ്ഷൻ ആണ്. ഒരു ഫംഗ്ഷന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ അവിടെ dy by dx കാണുന്ന സമയത്ത് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് dy by du into du by dx. This is the first derivative of the first function and this is the derivative of the second function.
ഓക്കെ, ദെൻ ഡിഫറൻഷിയേഷൻ ഓഫ് ലോഗരിതമാറ്റിക് ഫംഗ്ഷൻ. ഒരു ലോഗരിതമാറ്റിക് ഫംഗ്ഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നമുക്ക് ലോഗ് ഫോമിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അവിടെ നമ്മൾ ഡെറിവേറ്റീവ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/d/dx വിൽ ബി 1/x ഇൻറ്റു d/dx ഓഫ് x. ഓക്കെ, d/dx ഓഫ് x. ഇതാണ് നമ്മുടെ ഡിഫറൻഷിയേഷൻ ഓഫ് ലോഗരിതമാറ്റിക് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട റൂള്. ദെൻ ഡിഫറൻഷിയേഷൻ ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, അതുമായി ബന്ധപ്പെട്ട റൂൾ എന്ന് പറയുന്നത് ഇഫ് ദ ഫംഗ്ഷൻ ഈസ് ഇൻ ദി ഫോം ഓഫ് e റൈസ് ടു x, ഇഫ് ദി ഫംഗ്ഷൻ ഈസ് ഇൻ ദി ഫോം ഓഫ് e റൈസ് ടു x, then the d/dx will be dy/dx will be the same exponential function into d/dx of f of x അല്ലെങ്കിൽ the function. ഇതാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഡിഫറൻഷിയേഷനുമായി ബന്ധപ്പെട്ട റൂൾ. അപ്പൊ ഇത്തരം 10 റൂളുകൾ നമ്മൾ പഠിച്ചു. ഓക്കെ, ദെൻ ഈ 10 റൂളും അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഏതൊരു ഇക്വേഷൻ നമുക്ക് തന്നു കഴിഞ്ഞാലും ഡിഫറൻഷിയേഷൻ കാണാൻ പറ്റും. ദെൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. ബട്ട് ഈവൻ NTA അതിന്റെ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട്, കോമ്പറ്റീറ്റീവ്നെസ് കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഒരു കോംപ്ലക്സ് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വിത്തിൻ ദി പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ് നമുക്കത് ആൻസർ കാണാൻ പറ്റണം. അപ്പൊ ആൻസർ കാണാൻ പറ്റണമെങ്കിൽ ഈ 10 റൂൾസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഈ 10 റൂൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ 10 റൂൾസ് ഡിഫറെന്റ് ഇക്വേഷൻസുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഇക്വേഷൻ തരും, ആ ഇക്വേഷന്റെ ഡെറിവേറ്റീവ് കാണാനായിരിക്കും നമ്മളോട് പലപ്പോഴും എക്സാമിന് പറഞ്ഞിട്ടുണ്ടാവുക. തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്, ഇത്തരത്തിലുള്ള അപ്ലൈഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് സാധാരണ കാണാറുള്ളൂ. ഓക്കെ, സോ അല്ലെങ്കിൽ ചില റൂൾസുമായി ബന്ധപ്പെട്ട് ചോദിക്കാം, ഈ റൂൾ എന്താണെന്നുള്ള രീതിയിൽ ചോദിക്കാം. ആ റൂൾസ് കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. ദെൻ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഫുൾ ഡെറിവേഷൻ ആണ്, അല്ലെങ്കിൽ ഫുൾ ഡിഫറൻഷിയേഷൻ ആണ്. ഓക്കെ, അതായത് എൻറ്റയർ ഫംഗ്ഷനെ നമ്മൾ എന്താക്കുന്നുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ നമ്മൾ എക്കണോമിക്സിൽ ചില ഫംഗ്ഷൻസ് നമ്മൾ പറയുന്ന സമയത്ത്, അതായത് ഒരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഒരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, z എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സും ആൻഡ് വൈ. ഓക്കെ, ഇവിടെ z എന്ന് പറയുന്ന ഡിപ്പെൻഡന്റ് വേരിയബിള് എക്സ് എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെയും അതേപോലെ തന്നെ y എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള അവസ്ഥയിൽ നമ്മൾ ഇതുവരെ കണ്ടത് ദി എൻറ്റയർ f of x നെ നമ്മൾ ഡെറിവേറ്റ് ചെയ്തതാണ് അല്ലെ. നമ്മൾ ചില സമയത്ത് y കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന സമയത്ത് എക്സിൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് അത് എത്രത്തോളം z-ൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണണമെങ്കിൽ, ഇനി അതല്ലെങ്കിൽ എക്സിനെ കോൺസ്റ്റന്റ് ആയി വെച്ചാൽ y ഒരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എത്രത്തോളം മാറ്റം z-ൽ ഉണ്ടാവുന്നുണ്ട് എന്ന് നമുക്ക് കാണണമെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നിക്കാണ് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വൺ ഓർ മോർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവുകയും അതിൽ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ എടുക്കുകയും ബാക്കിയുള്ള എല്ലാ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി അസ്യൂം ചെയ്യും. എന്നിട്ട് ഗിവൺ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പെർട്ടിക്കുലർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കൺസംഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഫംഗ്ഷൻ ഓഫ് y, ഇൻകം ആൻഡ് പ്രൈസ് ആണ് അല്ലെ. ഓക്കെ, പ്രൈസ് നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ നോക്കുക, കൺസംഷൻ എന്ന് പറയുന്ന ഡിപ്പെൻഡന്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്. അതായത് ഒന്ന് ഇൻകം ഓഫ് ദി കൺസ്യൂമർ ആണ്, മറ്റൊന്ന് പ്രൈസ് ഓഫ് ദി ഗുഡ് ആണ്. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ഒരു യൂണിറ്റ് y ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം മാറ്റം സിയിൽ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഇൻകം ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് എത്രത്തോളം മാറ്റം കൺസംഷനിൽ ഉണ്ടാവുന്നുണ്ട് എന്നറിയണമെങ്കിൽ നമ്മൾ ഇവിടെ എടുക്കുന്നത് ഡോ സി ഡിവൈഡ് ബൈ ഡോ വൈ ആണ്. അതായത് വൈയിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് സിയിൽ ഉണ്ടാവുന്ന മാറ്റം. ഇവിടെ y അല്ലാത്ത ബാക്കിയുള്ള എല്ലാ ഫാക്ടറിനെയും നമ്മൾ എന്താക്കും, കോൺസ്റ്റന്റ് ആക്കി വെക്കും. അതായത് ഈ ഒരു ഫംഗ്ഷനിൽ വൈന്റെ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് p യെ നമ്മൾ എന്താക്കും, കോൺസ്റ്റന്റ് ആക്കി വെക്കും. ഇനി നേരെ തിരിച്ച് ഇൻകം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയി നിൽക്കെ
പിയില് ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ചേഞ്ച് ഉണ്ടായാൽ അല്ലെങ്കിൽ പ്രൈസ് ഓഫ് ദി ഗുഡ് മാറുന്ന സമയത്ത് കൺസംഷനിൽ എത്രത്തോളം മാറ്റം സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ മെഷർ ചെയ്യുക ഡോ സി ഡിവൈഡഡ് ബൈ ഡോ പി ആണ്. ഓക്കെ, ഇവിടെ പിയിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് സിയിൽ എത്ര മാറ്റം ഉണ്ട്, അതായത് പി എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുന്ന വേരിയബിൾ അല്ലാത്ത ബാക്കിയുള്ള എല്ലാ വേരിയബിളിനെ നമ്മളവിടെ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് പ്രൈസിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് കൺസംഷനിൽ എത്ര മാറ്റം ഉണ്ടാവുന്നു. അപ്പൊ ഇതാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവുകയും അതിൽ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ റെസ്പെക്റ്റിൽ മാത്രം ദ എൻറ്റയർ ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഡിഫറൻഷിയേഷനെയാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ നമുക്ക് എങ്ങനെയാണ് നൊട്ടേഷൻ ചെയ്യാൻ പറ്റുക? ഓക്കെ, സിംപ്ലി നമുക്ക് എഫ് ഡാഷ് എക്സ് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഡോ എക്സ് എഫ് എന്ന് നമുക്ക് പറയാൻ പറ്റും, ഡോ ഓഫ് എക്സ് എഫ് എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഡോ എഫ് ദിസ് ഈസ് ഗ്രീക്ക് ലെറ്റർ ഡോ. ഓക്കെ, ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് എന്നും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ ഡോ എന്ന് പറയുന്നത് ദ ഗ്രീക്ക് ലെറ്റർ ഡോ ഇസ് ദി സിംബൽ ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ്. ഓക്കെ, ദെൻ കമ്മിങ് ടു എൻ എക്സാമ്പിൾ. ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. z is equal to 3x square into 3x square into y raised to y cube. ഓക്കെ, ഇവിടെ z എന്ന് പറയുന്ന ഡിപ്പെൻഡന്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ പറയുന്നത് എക്സും വൈയുമാണ്. ഓക്കെ, എക്സും വൈയുമാണ്. സോ ഇവിടെ നമ്മൾ വൈനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് എക്സിൽ ഒരു യൂണിറ്റ് ചേഞ്ച് ഉണ്ടായാൽ എത്രത്തോളം ചേഞ്ച് സെഡിൽ ഉണ്ടാവും എന്ന് കാണണമെങ്കിൽ നമ്മൾ കാണാം ഡോ സെഡ് ബൈ ഡോ എക്സ്. ഓക്കെ, ഡോ എക്സ്. അപ്പൊ നമ്മളിവിടെ എക്സിനെ കോൺസ്റ്റന്റ് ആക്കിയാണ് നിർത്തിയത് അല്ലെ, സോറി വൈനെ കോൺസ്റ്റന്റ് ആക്കിയാണ് നിർത്തിയത്. അപ്പൊ വൈ കോൺസ്റ്റന്റ് ആണ് അവിടെ നിർത്തിയത്. ഓക്കെ, വൈ ക്യൂബാണ്. അപ്പോ ആ വൈ പാർട്ടിനെ നമ്മൾ എന്താക്കുന്നു, അവിടെ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. മീൻസ് ദ കോൺസ്റ്റന്റ് ഓഫ് വൈ ഇതിങ്ങനെ 3y ക്യൂബ് ഇൻറ്റു എക്സ് സ്ക്വയർ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് വൈ പാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൈയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ വൈ പാർട്ടിനെ നമ്മൾ അങ്ങനെ തന്നെ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു, അനക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയറിന്റെ മാത്രം എക്സ് സ്ക്വയർ പാർട്ടിന്റെ അല്ലെങ്കിൽ എക്സ് പാർട്ടിന്റെ മാത്രം, എക്സ് പാർട്ട് ഏതാണ്, എക്സ് സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ എക്സ് പാർട്ടിന്റെ മാത്രം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. എക്സ് സ്ക്വയറിന്റെ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് 2x ആണ്. അപ്പൊ 3y ക്യൂബ് ഇൻറ്റു 2x, ദാറ്റ് മീൻസ് 6xy ക്യൂബ് എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. 6xy. സെയിം നമ്മൾ എന്താക്കുന്നു, ഇവിടെ z എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ ആണ്. ഓക്കെ, അങ്ങനെ പറയുന്ന സമയത്ത് എക്സ് കോൺസ്റ്റന്റ് ആയി നിൽക്കെ വൈയിൽ ഒരു യൂണിറ്റ് ചേഞ്ച് ഉണ്ടായാൽ സെഡിൽ എത്രത്തോളം ചേഞ്ച് ഉണ്ടാവുന്നു എന്ന് നമുക്ക് കാണണമെങ്കിൽ ഡോ സെഡ് ഡിവൈഡഡ് ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു, നമ്മൾ എക്സ് പാർട്ട് ഏതാണ്, 3x സ്ക്വയർ ആണ് അല്ലെ. എക്സ് പാർട്ട് എന്ന് പറയുന്നത് 3x സ്ക്വയർ ആണ്. അപ്പൊ 3x സ്ക്വയറിനെ നമ്മൾ അങ്ങനെ തന്നെ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. ഇൻറ്റു വൈ ക്യൂബ് ഇൻറ്റു dy ഓഫ് വൈ ക്യൂബ്. ഓക്കെ, വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3 ഇൻറ്റു വൈ റേസ് ടു 3 മൈനസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു വൈ സ്ക്വയർ, 3y സ്ക്വയർ. അപ്പോൾ 3x സ്ക്വയർ ഇൻറ്റു 3y സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 9x സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ. അപ്പൊ ഇതാണ് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മോർ എക്സാമ്പിൾസ് ആർ ഗിവൺ ദർ. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പ്രൊഡക്റ്റ് റൂള് എങ്ങനെയാണ് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാം? സിംപ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റ് റൂൾ എന്തായിരുന്നു പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്? സോറി, u ഇൻറ്റു dv ബൈ
dx plus v into du by dx. Okay, dy by dx is equal to, ഇതായിരുന്നു നമ്മുടെ പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് വരാന്നുള്ളതാണ്. നോക്കൂ, z എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് g ഇൻറ്റു എച്ച്, ജി എച്ച് ആണ്. ഓക്കെ, ജി എന്ന് പറയുന്നത് എക്സ് വൈന്റെ ഫംഗ്ഷൻ ആണ്, അതുപോലെ തന്നെ എച്ച് എന്ന് പറയുന്നതും എക്സ് വൈന്റെ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? ജി ആണ്. ജി ഇൻറ്റു ഡിഫറൻഷിയേഷൻ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ എച്ച് ഡിവൈഡഡ് ബൈ ഡോ എക്സ്. ഓക്കെ, പ്ലസ് ഡോ എച്ച് ബൈ ഡോ എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? എച്ച് ഇൻറ്റു ഡോ ജി ബൈ ഡോ എക്സ്. സെയിം പ്രൊഡക്റ്റ് റൂള് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ ഇതാണ് കിട്ടുക. എക്സാമ്പിളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നോക്കൂ, രണ്ട് ഫംഗ്ഷന്റെ, ഇത് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇത് എച്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, ആണിത്. ഓക്കെ, ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ കാണാം. ഓക്കെ, സെയിം പ്രൊഡക്റ്റ് റൂൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു എന്ന് മാത്രം. ഓക്കെ, സോ മോർ എക്സാമ്പിൾസ് അത്. ദെൻ കോഷ്യൻ റൂളും അവിടെ ഉണ്ട്. നേരത്തെ പറഞ്ഞ അതേ റൂള് തന്നെയാണ് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. എന്തായിരുന്നു കോഷ്യൻ റൂൾ നമ്മൾ പറഞ്ഞത്? കോഷ്യൻ റൂൾ എന്ന് പറയുന്നത്, ഇഫ് എ ഫംഗ്ഷൻ y is in the form of u divided by v, then dy by dx will be uv into du by dx minus u into dv by dx all divided by v square. ഇതായിരുന്നു നമ്മുടെ കോഷ്യൻ റൂൾ. സെയിം കോഷ്യൻ റൂൾ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ജി എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ആണ്, എച്ച് എന്ന് പറയുന്ന സെക്കൻഡ് ഫംഗ്ഷൻ ആണ്. സോ ദി എച്ച് ഡിനോമിനേറ്റർ ഇൻറ്റു partial differentiation of numerator. Okay, partial differentiation of numerator minus numerator into partial differentiation of denominator, all divided by denominator whole square. Okay, same quotient rule നമ്മൾ partial differentiation അപ്ലൈ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ദെൻ ജനറലൈസ്ഡ് പവർ ഫംഗ്ഷൻ റൂൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ജനറലൈസ്ഡ് പവർ ഫംഗ്ഷൻ റൂൾ. ഓക്കെ, നേരത്തെ പറഞ്ഞ ജനറലൈസ്ഡ് പവർ ഫംഗ്ഷൻ റൂൾ ഇവിടെയും അപ്ലൈ ചെയ്തു എന്ന് മാത്രം. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ ജനറലൈസ്ഡ് ഫംഗ്ഷൻ റൂൾ, ഇഫ് എ ഫംഗ്ഷൻ y is in the form of f of x all raised to n, ഇങ്ങനെ ഒരു ഫോമിലാണ് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുള്ളതെങ്കിൽ, സോ dy by dx will be n into f of x all raised to n minus 1 into dy by dx of f of x. സോ ഇതായിരുന്നു നമ്മുടെ ജനറലൈസ്ഡ് പവർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ജനറലൈസ്ഡ് പവർ ഫംഗ്ഷൻ, ദ സെയിം ജനറലൈസ്ഡ് പവർ ഫംഗ്ഷൻ ഇവിടെ അപ്ലൈ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, സം ക്വസ്റ്റ്യൻസ് ആർ ദർ. ദെൻ കമ്മിങ് ടു ഹയർ ഓർഡർ ഡെറിവേറ്റീവ്. അപ്പൊ പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ പറഞ്ഞു, മറ്റേ ഡെറിവേറ്റീവ് ചെയ്യുന്ന പോലെയാണ്. ബാക്കിയുള്ള റൂൾസ് ഒക്കെ അവിടെ സെയിം ആണ്, അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അവിടെ ഒരു സാധനം മാത്രം കോൺസ്റ്റന്റ് ആയി നിൽക്കും, ഒരു വേരിയബിളിന്റെ പാർട്ട് മാത്രം കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നുള്ളൂ. ഓക്കെ, ദെൻ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു, if y is equal to function of x എന്ന് പറയുമ്പോൾ f dash x എന്ന് പറയുന്നത്
ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് അല്ലേ, ഫസ്റ്റ് ഓർഡർ ആണ്. ദെൻ ഈ എഫ് ഡാഷ് എക്സിനെ നമ്മൾ പിന്നെയും ഡെറിവേറ്റ്, ദാറ്റ് ഈസ് dy by dx. ഇനി ഈ എഫ് ഡാഷ് എക്സിനെ പിന്നെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അതായത് ഡി എഫ് ഡാഷ് എക്സ് ബൈ ഡി എക്സ്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഫ് ഡബിൾ ഡാഷ് എക്സ് കിട്ടും. ഇത് സെക്കൻഡ് ഓർഡർ ആണ്, സെക്കൻഡ് ഓർഡർ ആണ്. ദെൻ സെയിം സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിനെ പിന്നെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദാറ്റ് ഈസ് ഡി ഓഫ് എഫ് ഡബിൾ ഡാഷ് എക്സ് ബൈ ഡി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ്, ദാറ്റ് ഈസ് തേർഡ് ഓർഡർ. ഓക്കെ, അങ്ങനെ nth ഓർഡർ വരെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതെന്തിനാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ഒക്കെ കാണുന്നതെന്ന് വെച്ചാൽ നമുക്കത് ഈ ഡെറിവേഷന്റെ എക്സാമ്പിൾ വെച്ച് നമുക്ക് യൂസസ് വെച്ച് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. നമ്മളത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, സോ ദ ഫസ്റ്റ് ഡെറിവേഷൻ വിൽ ബി എഫ് ഡാഷ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ്, അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്നൊക്കെ നമുക്ക് പറയാം. ദെൻ എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ തേർഡ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ്, അല്ലെങ്കിൽ ഡി ക്യൂബ് ബൈ ഡി എക്സ് ക്യൂബ് ഓഫ് എഫ് ഓഫ് എക്സ് നമുക്ക് പറയാൻ പറ്റും. ദെൻ അങ്ങനെ nth ഡെറിവേറ്റീവ് വരെ നമുക്ക് കാണാൻ പറ്റും. nth ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഫ് എൻ എക്സ് എന്നാണ്, അതായത് ഡി സ്ക്വയർ എൻ വൈ ബൈ ഡി എക്സ് റേസ് ടു എൻ. ഓക്കെ, അല്ലെങ്കിൽ ഡി റേസ് ടു എൻ ബൈ ഡി എക്സ് റേസ് ടു എൻ ഓഫ് ദി എഫ് ഓഫ് എക്സ് എന്നും നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ nth ഓർഡർ ഡെറിവേറ്റീവ് വരെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ അങ്ങനെ ഫസ്റ്റ് ഓർഡർ ഈ ഒരു ഇക്വേഷൻ, ദ ഗിവൺ ഇക്വേഷന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് ഈ 5x ക്യൂബിന്റെ മൈനസ് 3x പ്ലസ് 3x ക്യൂബ് പ്ലസ് 7x സ്ക്വയർ പ്ലസ് മൈനസ് 9x പ്ലസ് 2. അതിന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് 20x ക്യൂബ് മൈനസ് 9x സ്ക്വയർ പ്ലസ് 14x മൈനസ് 9. ഇതിനെ ഫർദർ നമ്മൾ പിന്നെയും ഇതിനെ ഡിഫറൻഷിയേറ്റ് നടത്തിയാൽ പിന്നെ നമുക്ക് എഫ് ഡബിൾ ഡാഷ് എക്സ് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 60x സ്ക്വയർ മൈനസ് 18x പ്ലസ് 14. ഇതിനെ പിന്നെയും ഫർദർ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ് കിട്ടും, ദാറ്റ് ഈസ് 120x മൈനസ് 8. ഓക്കെ, അപ്പൊ ഇതാണ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്. Then higher order derivative കാണാനുള്ള some problems are there. Okay, so ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഡിഫറൻഷിയേഷൻ, the 10 rules regarding differentiation, then what is partial differentiation, then നമ്മൾ പറഞ്ഞ നേരത്തെ പ്രൊഡക്റ്റ് റൂള്, കോഷ്യന്റ് റൂള്, ജനറലൈസ്ഡ് പവർ ഫംഗ്ഷൻ റൂള്, ഇതൊക്കെ നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ അപ്ലൈ ചെയ്തതും ഏറ്റവും അവസാനം ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ മാത്തമാറ്റിക്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് രണ്ട് പാർട്ട് ഉണ്ടാവും. ഒന്ന് ആൽജിബ്ര പാർട്ടും ഉണ്ടാവും, അതേപോലെ തന്നെ നമുക്ക് കാൽക്കുലസ് പാർട്ടും ഉണ്ടാവും. ഓക്കെ, കാൽക്കുലസ് പാർട്ടിൽ ഇന്റഗ്രൽ കാൽക്കുലസ്, അതേപോലെ തന്നെ ഡിഫറൻഷ്യൽ കാൽക്കുലസ്. ഈ ഡിഫറൻഷ്യൽ കാൽക്കുലസും ഇന്റഗ്രൽ കാൽക്കുലസും എക്കണോമിക്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡിഫറൻഷ്യൽ കാൽക്കുലസ് വെച്ചിട്ടാണ് നമുക്ക് ഇതെന്തിനാണ് നമ്മൾ ഡെറിവേറ്റീവ് കാണുന്നത് വെച്ചാൽ മെയിൻ ആയിട്ട് ഒപ്റ്റിമൈസേഷൻ എന്ന് വെച്ചാൽ മാക്സിമം മിനിമം, അതായത് ചില സാധനങ്ങളുടെ മാക്സിമം നമുക്ക് കാണാണ്ട്. അപ്പൊ പ്രോഫിറ്റ് എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് ഒപ്റ്റിമൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, അതിനെ മാക്സിമൈസ് ചെയ്യാന്നുള്ളതാണ് അല്ലെ. അപ്പൊ മാക്സിമം പ്രോഫിറ്റിനെ നമുക്ക് അങ്ങനെയാണ് കാണാൻ പറ്റുക. അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് നമുക്ക് ഇന്റഗ്രേഷൻ വേണ്ടി വരും. മിനിമൈസേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും, ഈ ഡിഫറൻഷിയേഷൻ വേണ്ടി വരും. അതായത് കോസ്റ്റ്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാന്നതിന്റെ അർത്ഥം നമ്മളത് മിനിമൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ മിനിമൈസ് ചെയ്യണമെങ്കിൽ, ആ മിനിമൈസേഷൻ നടത്തണമെങ്കിൽ നമുക്ക് ഡിഫറൻഷ്യൽ കാൽക്കുലസ് അത്യാവശ്യമാണ്. ഇനി എക്കണോമിക്സിൽ നമ്മൾ ഒരുപാട് മാർജിനൽ കോൺസെപ്റ്റുകൾ കണ്ടിട്ടുണ്ടാവും. മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ, മാർജിനൽ പ്രൊഡക്റ്റ്, marginal propensity to consume, marginal propensity to save. All these are marginal concepts, and all these marginal concepts are that much important
റിലേറ്റഡ് ടു എവറി ഇക്കണോമിക് തിയറീസ്. സോ എല്ലാ തിയറീസിലും മാർജിനൽ കോൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ഒരു കോസ്റ്റ് ഫംഗ്ഷൻ തന്നാൽ, നമുക്ക് ടോട്ടൽ കോസ്റ്റ് തന്നാൽ ആ ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് മാർജിനൽ കോസ്റ്റ് കിട്ടും. ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ തന്നാൽ ആ ടോട്ടൽ റവന്യൂ ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാർജിനൽ റവന്യൂ കിട്ടും. ടോട്ടൽ പ്രൊഡക്റ്റ് തന്നാൽ അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാർജിനൽ പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ ഈ മാർജിനൽ കോൺസെപ്റ്റ് കാണാൻ നമുക്ക് എന്താണ്? ഇത് അത്യാവശ്യമാണ്. മാത്രമല്ല ഒരു ഫംഗ്ഷന്റെ, അപ്പൊ ഒന്നാമത്തത് എന്ന് പറയുന്നത് ഒപ്റ്റിമൈസേഷൻ ആണ്. ഒന്നാമത്തെ യൂസ് ഓഫ് ദിസ് ഡിഫറൻഷിയേഷൻ. രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്നത് മാർജിനൽ കോൺസെപ്റ്റുകൾ കാണാനാണ്. ദെൻ മൂന്നാമത്തെ യൂസ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷന്റെ ടു നോ ദി ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ. ഫംഗ്ഷന്റെ ടൈപ്പ് കാണാനാണ്. ഓക്കെ, അതായത് ഫംഗ്ഷന്റെ ടൈപ്പ് കാണാൻ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടിട്ട് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് if it is greater than zero നമുക്ക് പറയാൻ പറ്റും അത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഫംഗ്ഷൻ ആണ്. അതായത് എക്സ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വൈയും ഇൻക്രീസ് ചെയ്യും, എക്സ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് വൈയും ഡിക്രീസ് ചെയ്യും. Okay, if the derivative value is greater than 0, then if the derivative value is of x is less than 0 ആണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ എന്തെന്ന് പറയാൻ പറ്റും? ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാട്ടോ, അപ്പൊ അത് കൃത്യമായിട്ട്. അതായത് എക്സ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വൈ എന്താവും? ഡിക്രീസ് ചെയ്യും. എക്സ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് വൈ എന്താവും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇൻവേഴ്സ് ഫംഗ്ഷൻ മോഡലിംഗ്. ദെൻ ചില സമയത്ത് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ട് കിട്ടും. അപ്പൊ 0 ആയിട്ട് കിട്ടുന്ന അർത്ഥം എന്താണ്? അവിടെ ചേഞ്ചസ് ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫംഗ്ഷന്റെ ടൈപ്പ് കാണാൻ വേണ്ടി നമുക്ക് ഡെറിവേറ്റീവ് യൂസ് ചെയ്യാം. ദെൻ ഫോർത്ത് യൂസ് ആണ്, നമ്മൾ ഗ്രാഫ് വരക്കുന്ന സമയത്ത്, ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് നമ്മൾ വരക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ കോൺകേവ് ആയിരിക്കും അല്ലെങ്കിൽ കോൺവെക്സ് ആയിരിക്കും അല്ലെ. നമ്മൾ പാരാബോളോ മറ്റുള്ള സാധനങ്ങളൊക്കെ വരക്കുന്ന സമയത്ത് കോൺവെക്സോ കോൺകേവോ ആയിരിക്കും. ഓക്കെ, അപ്പോ ടു നോ ദി കോൺവെക്സിറ്റി അല്ലെങ്കിൽ കോൺകേവിറ്റി, ഇത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും? അതായത് ഒരു ഗിവൺ ഫംഗ്ഷൻ അതിന്റെ ഗ്രാഫ് കോൺകേവ് ആണോ വരിക അല്ലെങ്കിൽ കോൺവെക്സ് ആണോ വരിക എന്ന് നമുക്ക് എന്തിലൂടെ കാണാൻ പറ്റും? ഡിഫറൻഷിയേഷനിലൂടെ കാണാൻ പറ്റും. അതെങ്ങനെ കാണാൻ പറ്റുകയെന്ന് വെച്ചാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടെത്തിയിട്ടാണ് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. അപ്പൊ ഇതാണ് ഒരു ഡെറിവേഷന്റെ അല്ലെങ്കിൽ ഡിഫറൻഷിയേഷന്റെ യൂസസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.